ഹലോ നമസ്കാരം, ഞാൻ അഭിലാഷ് നാരായണൻ. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എൻ്റർടൈൻമെൻറ്റ് ഓൺലൈൻ കോഴ്സിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ടൂൾസ് എല്ലാം പരിചയപ്പെട്ടു. ചാംഫർ, വെർട്ടെക്സ് കാര്യങ്ങൾ, ചാംഫർ എക്സ്ട്രൂഡ് പഠിച്ചു, ബിവൽ എഡ്ജസ് പഠിച്ചു, അതുപോലെ മൾട്ടി കട്ട് പഠിച്ചു. അപ്പോൾ ഇത്തരം ടൂൾസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇനിയുള്ള മോഡലിങ്ങിന് നമ്മൾ ചെയ്യുന്നതിലേക്ക് നിങ്ങൾക്ക് സഹായമാവും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പോരാ, എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് നോക്കാം. മനസ്സിലായില്ലേ? അതിൻ്റെ കുറച്ച് റൂൾസ് കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തും പറഞ്ഞുതരും, എങ്ങനെയൊക്കെ വർക്ക് ഫ്ലോ വേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഈ കോഴ്സിൻ്റെ ഇത് ടെക്സ്ചറിങ്, ഇത് മോഡലിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാരക്ടർ മോഡലിംഗ് ഉണ്ട്, പ്രോപ്സ്, BG, അതുപോലെ നമ്മളെ അസറ്റ്സ് കാര്യങ്ങളെല്ലാം വെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് ക്യാരക്ടർ മോഡലിങ്ങിലേക്ക് പോകും. അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടെക്സ്ചറിങ്ങിലേക്ക് പോകും, UV മാപ്പിങ്ങിലേക്ക് പോകും, അതിനുശേഷം റിഗിലേക്ക് പോകും. അങ്ങനെ ഓരോ സിലബസ് ഓരോ 1 by 1 സ്റ്റെപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ കൃത്യമായി അതൊക്കെ പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നല്ലോണം ഇഷ്ടംപോലെ വാക്കൻസികളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ വാക്കൻസികൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ മോഡലിംഗ് എല്ലാം ചെയ്ത്, എന്തായാലും എല്ലാത്തിൻ്റെയും ഒരു ബേസ് മോഡലിംഗ് ആണ്. മോഡൽ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളത് മോഡലിംഗ് എല്ലാം ചെയ്ത് നല്ല നീറ്റായി ചെയ്ത് എല്ലാത്തിലേക്കും ഒരു എന്നാണ് പോർട്ട്ഫോളിയോ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാനൊരു ദിവസം പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ജോലിക്ക്. പിന്നെ ഇവിടെ ഈ ഒരു ജോലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ നോക്കിയിട്ടല്ല കേട്ടോ നിങ്ങളെ ജോലിക്ക് എടുക്കുന്നത്, നിങ്ങളെ കഴിവ് അനുസരിച്ചിട്ടാണ്. മിക്ക ഇടങ്ങളിലും പബ്ലിസിറ്റി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ്. സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്നല്ല, നിങ്ങൾ എത്രയോ കലാകാരന്മാരെ കണ്ടിട്ടുണ്ട് ഞാൻ, സർട്ടിഫിക്കറ്റ് പോലും ഇല്ല, സ്വയം നല്ല കഴിവുണ്ടായ കലാകാരന്മാരെല്ലാം എത്രയോ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂസ് ഒന്നിനും കൊള്ളൂല കേട്ടോ. ചില ഇടങ്ങളിൽ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്നും പറഞ്ഞിട്ട് പോയിട്ട് ഒരു നയാ പൈസക്ക് കൊള്ളാത്ത എത്രയോ പിന്നെ വിദ്യാഭ്യാസം നൽകുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. മനസ്സിലായിട്ടില്ലേ? ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല, എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയോ സ്ഥാപനങ്ങളുണ്ട്, വിദ്യാർത്ഥികൾ എത്രയോ ആൾക്കാർ പരാതി പറഞ്ഞു നടക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത്, എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടും അല്ല പറയുന്നത്. സ്ഥാപനങ്ങളിൽ ചിലത് വെറും എഡ്യൂക്കേഷൻ മാത്രം ബിസിനസ്സായി കൊണ്ടുപോകുന്ന പല സ്ഥാപനങ്ങളും ഇന്ന് ധാരാളം കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിലൊന്നും ചതിക്കണിയിലേക്ക് വീഴരുത്. ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇത് എങ്ങനെയാ ആ കോഴ്സിനെ കുറിച്ചിട്ട് അവിടെ പഠിപ്പിക്കുന്നില്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ കോഴ്സ് പോയി ചേരാവൂ. അതും ഒരു റിക്വസ്റ്റാണ്. ഡയറക്റ്റ് പോയി നിങ്ങൾ ഒന്നും അറിയാതെ പോയി ചേർന്ന് എനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പോയി ചേർന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾ പറ്റിക്കപ്പെടാം. നല്ല സ്ഥാപനങ്ങളിലെ അധ്യാപകന്മാർ നല്ല ഇൻഡസ്ട്രി ലെവലിലെ ആൾക്കാരാണോ, നല്ല പ്രാക്ടീസ് ലെവലിലെ ആൾക്കാരാണോ, എക്സ്പീരിയൻസ് ഇല്ല ആൾക്കാരാണോ നോക്കിയിട്ട് വേണം പോയി ചേരുവാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ഒരു ദിവസം നമ്മൾ യൂട്യൂബ് ചാനലിൽ കൂടിയിട്ട് കേരളത്തിൽ, ഇന്ത്യയിൽ പിന്നെ ഏറ്റവും കൂടുതൽ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്ന, ആനിമേഷൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ കൂടിയിട്ട് വന്നിട്ട് പറയാം. എവിടെയൊക്കെയാണ് നല്ല എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്ന, അതുപോലെ ഇന്റേൺഷിപ്പ്, അതുപോലെ എക്സ്പീരിയൻസ് ലെവലിലെ അധ്യാപകന്മാർ എവിടെയൊക്കെ ക്ലാസ് എടുക്കുന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം കേട്ടോ. നമ്മളതൊക്കെ നമുക്ക് സംസാരിക്കാം. നമുക്കിതൊക്കെ നമ്മളെ ആവശ്യത്തിന് വരുന്നൊരു കാര്യങ്ങളാണ് നമ്മൾ. അപ്പം ഈ ഫ്രീ എഡ്യൂക്കേഷൻ സിലബസ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചെടുത്താൽ മാത്രം പോരാ, നമുക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് കിട്ടിലും മോഡലിംഗ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന എല്ലാ ടൂളുകളും ഉപയോഗിച്ച് നമ്മൾ നല്ല കിട്ടിലും മോഡൽ ചെയ്യാൻ പോവുക. ഓക്കെ. അപ്പോൾ ഇത് തന്നെ ആയിരിക്കട്ടെ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആദ്യം മൗസെല്ലാം സർഫസ് മോഡലിംഗെല്ലാം പഠിച്ചതാണല്ലേ. അപ്പോൾ അതൊക്കെ പഠിച്ച് നമ്മൾ ഈ ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോളി മോഡലിംഗ് എത്തുന്ന സമയത്ത് വളരെ ഈസി സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഈസി സ്റ്റെപ്പ് വെച്ച് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്നെ കൂടെ തന്നെ നിന്നോളാം. ഓക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പഴയകാല സൂട്ട് കേസ്, അതായത് നമ്മൾ പഴയ കാലത്ത് കാണുന്നുണ്ട് സൂട്ട് കേസ്. ഇത് കണ്ടോ, ഈ ഒരു മോഡൽ സൂട്ട് കേസ് പഴയ കാലത്ത് കാണുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഇരുമ്പിൻ്റെ സൂട്ട് കേസാണ്, പക്ഷേ ഇതുപോലുള്ള സ്ക്രൂ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെയുള്ള സാധനമൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഇതുപോലൊരു സാധനം വരുന്നുണ്ട്, ഇതിൻ്റെ അറ്റത്തെല്ലാം വരുന്നുണ്ട്. പഴയ കാലത്തിലെ സൂട്ട് കേസാണ്. ഇതുപോലുള്ള സാധനങ്ങൾ കണ്ടോ, ഇരുമ്പിൻ്റെ മുകളിൽ ഒരു പിടിയുണ്ട്, അതുപോലെ അടക്കാനുണ്ട്, ലോക്ക് ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് ഇപ്പം തന്നെ ആ ചിത്രത്തിലൊന്ന് നോക്കി മനസ്സിലാക്കി എന്തൊക്കെയാണ് സാധനങ്ങൾ എന്തൊക്കെയുള്ളത്. കണ്ടോ, ഇതൊരു വുഡിൻ്റെ ആണ്, ഇതൊരു മരത്തിൻ്റെ ആണ്. കണ്ടോ, ഇതതിൻ്റെ ഇതാണ് വരുന്നത്. ലോക്ക് ചെയ്യുന്ന ഭാഗം, അതിൻ്റെ പിടി വരുന്നുണ്ട്. കണ്ടോ,
പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മളിപ്പോൾ സെപ്പറേറ്റ് വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹാർഡ് സർഫേസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് ഇതുപോലുള്ള കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഇതൊക്കെ എങ്ങനെ മോഡൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് പറഞ്ഞുതരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളൊരു സാധനമാണ്, ഇതുപോലൊരു പെട്ടി കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. പക്ഷെ നമ്മളൊരു കാർട്ടൂൺ സ്റ്റൈലിലാണ് ചെയ്യുന്നത്, കുറച്ച് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് ആ ബോക്സ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പഴയകാലം നിങ്ങളിങ്ങനെ ഇരുന്ന് ഇതെല്ലാം നോക്കുക, റെഫർ ചെയ്യുക, ഒബ്സർവ് ചെയ്യണം കേട്ടോ. കുറേ ഒബ്സർവ് ചെയ്യാതെ നമ്മൾ മോഡലിംഗ് ആർട്ടിസ്റ്റ് ഒന്നും ആവില്ല. മോഡലിംഗ് അല്ല, ആനിമേഷൻ ആയാലും ടെക്സ്ചറിങ് ആയാലും എന്തായാലും ഇത് നല്ല ഇത് ക്രിയേറ്റീവ് ഫീൽഡാണ്. അപ്പോൾ ഇത് നല്ലോണം ഒബ്സർവ് ചെയ്യുക. ഓക്കെ കേട്ടോ, പലതരത്തിലുള്ള പെട്ടികൾ കണ്ടോ. ഓക്കെ കണ്ടേ. അപ്പോൾ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാണുന്ന ഒരു എൻ്റെതായിട്ടുള്ളൊരു ഇമാജിനേഷനിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചെയ്യുന്നത് ഇത് ചിത്രം റഫ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ടോപ്പ് വ്യൂവിൽ പോവാം. ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഒരു ബോക്സ് വേണം അല്ലേ. അപ്പോൾ ബോക്സ് ഒരു ക്യൂബ് നമ്മൾ നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്തിട്ട് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, പോളിഗൺ പ്രൊവിറ്റീസ് ഇൻട്രാക്റ്റീവ് ക്രിയേഷൻ ടിക്കറ്റ് വേണം. എന്നിട്ട് എന്ത് ചെയ്യുക, ക്യൂബ് എടുക്കുക. ക്യൂബ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എക്സ് പ്രസ് ചെയ്തിട്ട് വേണം വരക്കാം കേട്ടോ. എക്സ് പ്രസ് ചെയ്തിട്ടാണ്, എക്സ് പ്രസ് ചെയ്ത് എക്സ് ആണെങ്കിൽ ഗ്രിഡിൽ സ്നാപ്പായിട്ട് വരക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ സ്നാപ്പായിട്ട് എക്സ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ഞാനിപ്പം ഏകദേശം ഇത്ര മതി. ഫ്രണ്ട് വ്യൂവിൽ പോയി എക്സ് പ്രസ് ചെയ്തു. എനിക്ക് ഇത്ര മതി ഉണ്ടോ. ഇതാണ് എൻ്റെ ഒരു സൂട്ട് കേസ്, അയൺ സൂട്ട് കേസ്, ഓൾഡ് അയൺ വിൻറ്റേജ് സൂട്ട് കേസാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. സൂട്ട് കേസാണോ നിങ്ങൾ ആ പിടിയെല്ലാം വെച്ചാൽ സൂട്ട് കേസോ. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനെ എന്ത് ചെയ്യുക, ചെയ്തതിനാൽ നമ്മൾ എല്ലാ വാല്യൂവും കൂടി 0 ആക്കാം. ട്രാൻസ്ലേറ്റ് എക്സ്പൈസിൻ്റെ സ്കെയിൽ വേണ്ട, റൊട്ടേറ്റ് വരെ 0 ആക്കാം. അപ്പോൾ അത് സെൻറ്ററിലേക്കായിട്ട് മാറി വരും. അതിനെന്ത് ചെയ്യണം, നമ്മളെ ഫ്രണ്ട് വ്യൂവിലോ സൈഡ് വ്യൂവിലോ പോയി അതിനെ നമ്മൾ, അതായത് ഇതല്ലേ നമ്മൾ ഗ്രിഡിൻ്റെ ഫ്ലോർ, അപ്പോൾ അതിന് കറക്റ്റായിട്ട് അവിടെ വെക്കും. ഓക്കെ, ഇതാണ് ഒരു മോഡൽ ചെയ്യേണ്ട ആദ്യത്തെ ലെവൽ. മനസ്സിലായില്ലേ, ഒരു ഒബ്ജക്റ്റിന് ഇതിനെ പ്രോക്സി ലെവലിലേക്ക് മാറ്റി വെക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിനെ മൊത്തത്തിൽ ഇതിനെ ഫ്രീസ് ചെയ്യണം. മോഡിഫൈ പോയി ഫ്രീസ് ചെയ്യാം. അപ്പോൾ എന്താവും, വാല്യൂ എല്ലാം 0 ആവും. കാരണം എവിടെ മൂവ് ചെയ്താലും ഇതിൻ്റെ വാല്യൂ 0 അടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വന്നോളും. കണ്ടോ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോഡൽ ചെയ്യുന്നതിൽ, ഈ ചിത്രത്തിൽ തന്നെ ഉണ്ടല്ലേ, നമ്മളിപ്പോൾ ഈ മോഡൽ ചെയ്യുന്നതിൽ ഏതാ നോക്കിയേ, ഇതിന് ഈ ഒരു ഭാഗം മാത്രം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, ഇതിനിപ്പോൾ 4 സൈഡും, അതായത് 1 2 3 4 5 6 7 8 സൈഡും നിങ്ങൾക്ക് ആ ഒരു ചെറിയ ഒരു ഇത് വേണ്ടി വരും ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളൊരു ഐഡിയ ചെയ്യുക. നമ്മൾ പഠിച്ചിരിക്കുന്ന സാധനം ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് Ctrl D പ്രസ് ചെയ്യുക, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കാരണം ഇതിന് സെയിം സാധനം തന്നെയാണ് അവിടെ ഇതിൻ്റെ മുകളിൽ വരുന്നത്. അപ്പോൾ Ctrl D പ്രസ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, Alt H പ്രസ് ചെയ്യുക. Alt H മനസ്സിലായില്ലേ. അപ്പോൾ ഇത് സെപ്പറേറ്റ് മാത്രമേ ഉള്ളൂ, മറ്റേതുണ്ട്. വിൻഡോയിൽ ഔട്ട്ലൈനിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. വിൻഡോയിൽ ഔട്ട്ലൈനിൽ കണ്ടോ, ഇത് ഹൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇതാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ അതിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാ പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലേ, നമ്മൾ വെർട്ടെക്സിനെ പഠിച്ചല്ലേ. വെർട്ടെക്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്തെല്ലാം പഠിച്ചു, വെർട്ടെക്സ് നോർമൽ ഇത് പഠിച്ചു. വെർട്ടെക്സ് നമ്മളിവിടെ നോക്കിയാൽ ചാംഫർ വെർട്ടെക്സ് പഠിച്ചു ഇല്ലേ. അതുപോലെ നമ്മൾ പഠിച്ചതാ, നമ്മൾ എക്സ്ട്രൂഡ് വെർട്ടെക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചവർക്ക് മനസ്സിലാവും കേട്ടോ. എക്സ്ട്രൂഡ് വെർട്ടെക്സ് കണ്ടോ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു സൈഡ് കിട്ടൂലേ നമുക്ക്, ആ ചിത്രത്തിൻ്റെ ആ ഒരു സൈഡ് കിട്ടൂലേ, നമ്മൾ ചെയ്തിരിക്കുന്ന സാധനം കിട്ടൂലേ ഇല്ലേ, ഈ ഒരു ഭാഗം വരൂലേ. അപ്പോൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോക്സി ലെവലിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും നോക്കിയോ, ഞാൻ ഈ 4 സൈഡും ഒന്ന് സെലക്ട് ചെയ്തു. വെർട്ടെക്സ് 4 വെർട്ടെക്സും ഞാൻ സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ പെർസ്പെക്റ്റീവിൽ പോയോണ്ടാണ് കേട്ടോ ഇത് ഷെയ്ഡഡ് മോഡിൽ വെക്കുന്നത്, അല്ലെങ്കിൽ വയർ ഫ്രെയിം വെച്ചാൽ മതി. മനസ്സിലായില്ലേ. ഷെയ്ഡഡ് മോഡിലാണ് അവർക്ക്. ഇപ്പം എന്താ, ചാംഫർ വെർട്ടെക്സ് അല്ല, എക്സ്ട്രൂഡ് വെർട്ടെക്സ്. എനിക്ക് ചാംഫർ വെർട്ടെക്സ് പറഞ്ഞാൽ ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ. അപ്പോൾ എനിക്ക് വേണ്ടത് എന്താണ്, എക്സ്ട്രൂഡ് ചെയ്യണം. എക്സ്ട്രൂഡ് വെർട്ടെക്സ് ഇതാ ഇങ്ങനെ വരണം. അപ്പോൾ ഇത്ര വരണ്ട, എനിക്ക് ഏകദേശം നോക്കിയേ ഇത്ര മതി. ഏകദേശം ഇത്ര വരണോ, ഇതിൻ്റെ ലെങ്ത് ഇത്ര വരണോ, ഇത്ര വരണ്ട. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയി.
പക്ഷേ ഇതിനെ ഞാൻ കുറച്ചും കൂടി ലെങ്ത് കൂട്ടുന്നുണ്ട്, ഒരു കാർട്ടൂൺ സ്റ്റൈലിലേക്ക് മാറ്റിയത് കണ്ടോ. എനിക്ക് ഇങ്ങനെ മതി, ശ്രദ്ധിക്കണം നിങ്ങൾ, ഇങ്ങനെ മതി. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ സോഫ്റ്റ് ആൻഡ് ഹാർഡ് ആൻഡ് എഡ്ജ് കൊടുക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് സോഫ്റ്റ് ആൻഡ് ഹാർഡ് ആൻഡ് എഡ്ജ് കൊടുത്താലേ ആ സെഗ്മെന്റ്സുകളെല്ലാം നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടേ തോന്നുന്നത്, എഡിറ്റ് ചെയ്ത ഭാഗമെല്ലാം സ്മൂത്ത് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ട്രയാങ്കിൾസ് ആണ് അല്ലേ, ഇതൊക്കെ ട്രയാങ്കിൾസ് സാധനങ്ങളാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾസിനെ ഫോർ എഡ്ജ് ആക്കി മാറ്റണം, അതുപോലെ സപ്പോർട്ടിങ് എഡ്ജും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ട്രയാങ്കിൾസിന് ഫോർ എഡ്ജ് ആക്കണമെങ്കിൽ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇത് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് കൊടുക്കേണ്ടി വരും, ഇങ്ങോട്ടൊന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും നമുക്ക് നടക്കൂല, കാരണം ഈ ഭാഗം എല്ലാം കട്ട് ചെയ്ത് പോകുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഐഡിയ ചെയ്യുന്നത്, എഡ്ജ് എടുക്കുക, ഈ എഡ്ജസിനെ, ഈ ബോർഡർ എഡ്ജസിനെ ലൂപ്പ് ചെയ്തെടുക്കുക. കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, എല്ലാ എഡ്ജസിനെയും ലൂപ്പ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ താഴെ തന്നെ വേണമെന്നില്ല കേട്ടോ, മുകളിൽ മാത്രം ചെയ്താൽ മതി, താഴെ നമ്മൾ ഇത് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിപ്പം കുറച്ചും കൂടി എളുപ്പ വഴിയായിട്ടാണ് ഞാൻ ഇതെല്ലാം കാണിക്കുന്നത്. രണ്ട് ഭാഗങ്ങളും നിങ്ങൾ എഡിറ്റ് ചെയ്ത് പഠിച്ചാൽ വളരെ നല്ലതായിരിക്കും. കണ്ടോ, ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ബിവൽ എഡ്ജ് നമ്മൾ പഠിച്ചാൽ ബെവൽ പഠിച്ചതാണ്. അപ്പോൾ ബിവൽ എഡ്ജ് കൊടുക്കുക. കണ്ടോ, ബിവൽ എഡ്ജ്. ഇവിടെ നിങ്ങൾക്ക് ഫ്രാക്ഷൻ നിങ്ങൾക്ക് കൂട്ടും കുറക്കും ചെയ്യാം. ഞാൻ ഇവിടെ ഫ്രാക്ഷൻ ഇപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, 3 ഫ്രാക്ഷൻ ഇങ്ങനെ കൊടുത്താൽ മനസ്സിലായില്ലേ. നമ്മളിങ്ങനെ ഉണ്ടാവും. നമ്മൾ ഏകദേശം നമ്മൾ അധികം ഇത് പൊന്തിച്ച് വെച്ചിട്ടില്ല, ഏകദേശം ഒരു ഷേപ്പിൽ ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ബിവൽ എഡ്ജ് കൊടുത്തിട്ടുണ്ട്. 1 മാത്രമാണ്, 1 മതി. സപ്പോർട്ടിങ് എഡ്ജ് 1 മതി. മനസ്സിലായില്ലേ, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സോഫ്റ്റ് ഹാർഡ് എഡ്ജ് ഉണ്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ഇത് സാറേ നിങ്ങൾ അതിന് മുമ്പേ ഒന്ന് എടുത്തു വെച്ചിരിക്കുന്ന ആ സാധനം പിന്നെ അത് ഇത് കൂടി ഒരുമിച്ച് തന്നെ ചെയ്തുകൂടെ, അതിനൊരു കോപ്പി എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇതിൽ തന്നെ ചെയ്തുകൂടെ ചോദിക്കും. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് സാധനമാണ് അല്ലേ. ഈ ചിത്രത്തിൽ കാണുന്ന ഈ സാധനം സെപ്പറേറ്റ് സാധനമാണ് അല്ലേ, ഇത് സെപ്പറേറ്റ് അല്ലേ. അപ്പോൾ ഇത് സെപ്പറേറ്റ്, എല്ലാം സെപ്പറേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ സെപ്പറേറ്റ് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോൾ വലിയ പ്രയാസം വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നത് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ എല്ലാം ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഈ ഒരു എഡ്ജിന് നമ്മളൊരു 2 കൊടുത്താൽ ഇവിടെ 4 ആയില്ലേ. ഒന്ന് നോക്കിയേ, എഡ്ജ് എടുക്കുക, ഈ ബോർഡർ അല്ല, ഈ ബോർഡർ പിന്നെ നമ്മൾ ലൂപ്പ് എഡ്ജ് അല്ല, ഇങ്ങനെയുള്ള സെലക്ട് ചെയ്യുക, സൈഡിലത്തെ കോൺ എഡ്ജ് ഇങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനാ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ബെവൽ കൊടുക്കുക. അപ്പോൾ എന്താ, ഈ റൗണ്ട് ഷേപ്പിൽ വരും. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പ് കൺട്രോൾ പ്രസ് ചെയ്യണം കേട്ടോ. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് അതിനാ ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് സ്നാപ്പായി പോകും. അപ്പോൾ എന്തായി, ഒന്നിൽ കൂടുതൽ ചെയ്യരുത് കേട്ടോ. അതായത് ഇവിടെ ഒരു എഡ്ജ്, 2, 3, 4, ഇപ്പോൾ 4 എഡ്ജ് ആയോ. പിന്നെ ഇപ്പോൾ താഴത്തെ മാത്രമല്ലേ ക്ലിയറിൽ, ഇതെല്ലാം 4 അല്ലേ 1, 2, 3, 4 ഒരു ഫേസിൽ 4 എഡ്ജ് വന്നല്ലേ. 3 അല്ലേ നമുക്ക് ട്രയാങ്കിൾസ് വരുന്നത്, 1, 2, 3 ഇത് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഇത് 4 ആക്കണം. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കണ്ടോ, വീണ്ടും സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കൊടുത്തു. നോക്കിയേ മാറ്റങ്ങൾ. ഇനി എന്ത് ചെയ്യുന്നു നോക്കിയേ, എനിക്ക് ഈ ഭാഗം വേണ്ട അല്ലേ, എനിക്ക് ഇനിയിപ്പം ഈ ഒരു ഭാഗം വേണ്ട, ഇത്രയും ഭാഗങ്ങൾ ഞാൻ ചെയ്തെടുക്കുന്നത് ബുദ്ധിമുട്ടാവാം. ഇവിടെ എനിക്ക് ഇങ്ങനെ ചെയ്യും, ഇൻസേർട്ട് എഡ്ജ് ഇങ്ങനെ കൊടുത്തിട്ട് ചെയ്തെടുക്കുന്നതും ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഇനി എഡ്ജസ് ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ എല്ലാ എഡ്ജസിനും കൊടുക്കുന്നതും തെറ്റൊന്നുമില്ല കേട്ടോ. മനസ്സിലായില്ലേ, നിങ്ങൾ എല്ലാ എഡ്ജസിലും ഇങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇതിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നു കണ്ടോ, അപ്പോൾ അത് അവിടെ കയറി വരും, അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതങ്ങനെ വിട്ടേ, അതൊന്നും ചെയ്യാതിരിക്കുക, അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത് ചെയ്യാതിരിക്കുക. അതായത് ലൂപ്പ് ഇവിടെ ഇൻസേർട്ട് എഡ്ജ് വെച്ച് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഇത്രയും സിമ്പിൾ അല്ലേ. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിനെ ഫേസ് ഡിലീറ്റ് ചെയ്യുക. അതായത് ഇത് ഫേസ് വേണ്ട, നമുക്ക് ഇതിനെ സെപ്പറേറ്റ് മാത്രമല്ലേ വേണ്ടൂ. അപ്പോൾ അതിനങ്ങനെ കളയാം, കാരണം ഈ ഭാഗം വേണ്ട. അപ്പോൾ ഫ്രണ്ടിൽ പോയിട്ട് ഈ ഭാഗം കൂടി നിങ്ങൾക്ക് കളയാം. കണ്ടോ, വന്നില്ലേ, നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പം നിങ്ങൾക്ക് താഴെയിലെ ഭാഗം മാത്രം വേറെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒന്ന് മാത്രം മതി, ഈ ഭാഗം മാത്രം മതി, അങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല ട്രയാങ്കിൾ ഒഴിവാക്കണം. ഈ ട്രയാങ്കിൾ ഒഴിവാക്കണം. എന്ത് ചെയ്യണം, ഒരു എഡ്ജ് നമ്മൾ എക്സ്ട്രാ ഇട്ട് നോക്കാം. എങ്ങനെ ഇടാം, കട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഓക്കെ, ഫ്രണ്ട് വ്യൂവിൽ പോവാ, മൾട്ടി കട്ട്. ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു കേട്ടോ. മൾട്ടി കട്ട് എടുത്തിട്ട് ഒന്ന് വരച്ചു കണ്ടോ, മൾട്ടി കട്ട് എടുത്തിട്ട് ഒന്ന് വരച്ചു. കറക്റ്റ് അളവിൽ കിട്ടിയ അത്രയും നല്ലത്. ഓക്കെ, വരച്ചു.
വരച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഫേസ് എടുത്തിട്ട് ഈ വരച്ച ഭാഗം അത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. വരച്ച ഭാഗങ്ങൾ മാത്രമേ കട്ട് ചെയ്യണ്ടൂ കേട്ടോ, അത് കട്ട് ചെയ്യല്ലേ, ഡിലീറ്റ് ചെയ്യുക. ഇപ്പൊ എന്തായി, ഇവിടെ നോക്കിയേ, ഇവിടെ ട്രയാങ്കിൾ ആയിരുന്നില്ല നിരത്തിണ്ടായിരുന്നേ, ഇപ്പൊ ഇവിടെ എന്തായി, 1 2 3 4, ഇവിടെ 4 ആയി കണ്ടോ, 1 2 3 4 കണ്ടോ, ഈസി അല്ലേ അല്ലേ? ഇപ്പൊ എല്ലാം 4 ആയില്ലേ, എല്ലാം 4 4 ആയി മാറി. വളരെ ഈസി അല്ലേ? ഇപ്പൊ ട്രയാങ്കിളുകൾ എത്ര പെട്ടെന്ന് കളഞ്ഞു അല്ലേ? ഇതെല്ലാം 4 അല്ലേ, നോക്കി 1 2 3 4, ഫേസിൽ 4 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി നമുക്കൊരു ചെറിയൊരു പണിയുണ്ട്. നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ വർക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇപ്പോൾ ഇൻസേർട്ട് എഡ്ജ് കൊടുത്താൽ എങ്ങനെയുണ്ടാവും, ഇങ്ങനെയുണ്ടോ കണ്ടോ, ക്രോസ് എഡ്ജസ് ഇങ്ങനെ ആയിട്ട് വരും കണ്ടോ, ഇങ്ങനെ ആയിട്ട് വരും, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു എഡ്ജസ് ആയിട്ട് വരും. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് ഇങ്ങനെ ചെയ്യാം, പ്രശ്നമില്ല. പണിയുണ്ട്, അത് കുറച്ചും കൂടി കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, കുറച്ചും കൂടി ഒരു എളുപ്പം മാർഗം, നമ്മൾ ആദ്യത്തെ ഒരു ഇതില്ലേ, Ctrl+Shift+H പ്രസ് ചെയ്യുക, അതെടുക്കാതെ. എന്നിട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഇവിടെ കണ്ടോ, നമ്മൾ ഈ ബോക്സ് നമ്മൾ ചെറുതാക്കാൻ പറ്റില്ല, കാരണം ബോക്സ് നമ്മൾ കറക്റ്റ് അളവിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇതിനെ കുറച്ചൊന്ന് സ്കെയിൽ ചെയ്ത് കുറച്ച് വലുതാക്കാം, കുറച്ച് പുറത്തേക്ക് എടുക്കുന്ന രീതിയിൽ. ഗ്യാപ്പ് വരുന്നുണ്ടോ നോക്കണം, നല്ല ഗ്യാപ്പ് ഉണ്ടോ എന്നും കൂടി നോക്കണം. ഇവിടെ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് കണ്ടോ, അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവും, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഒരു ഐഡിയ കൂടി ഉണ്ട്. നമ്മളെന്ത് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാം, ഇത് പുറത്തേക്ക് വരുത്തിക്കാം. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ഓപ്ഷനിൽ പോയി ഇതിന്റെ തിക്നെസ് കൂട്ടാം, പുറത്തേക്ക് കൂട്ടിയാൽ മതി നിങ്ങൾ. അപ്പൊ ആ ഒരു ബോർ നിങ്ങൾക്ക് ഉണ്ടാവില്ല അവിടെ കണ്ടോ, ആ തിക്നെസ് കറക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇത് കാർട്ടൂൺ സ്റ്റൈലാണ് ചെയ്യുന്നത് കണ്ടോ കേട്ടോ, നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ ആ ഭാഗം, അതായത് നമ്മൾ നേരത്തെ സ്കെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് നല്ലോണം കാണും, ഇപ്പോൾ ഗ്യാപ്പ് ഇല്ല, അതിന് ആ പെട്ടിക്ക് മുട്ടിയിട്ടാണ് ഇതുള്ളത് കണ്ടോ. അപ്പൊ ഇത് വേറെ, ഇത് വേറെ, രണ്ടും വേറെ വേറെ. ഇനിയിപ്പോൾ ഇതൊന്ന് സ്മൂത്ത് ചെയ്താലോ കണ്ടോ. പക്ഷേ സ്മൂത്ത് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം കണ്ടോ, അതാ ഇവിടെ നമുക്ക് സപ്പോർട്ടിങ് എഡ്ജ് ഇല്ല, അതുകൊണ്ട് ഒരു പിടുത്തം കണ്ടോ, ഇവിടെ ഒരു പിടുത്തം പോലെ ഒരു ബ്ലാക്ക് വരുന്ന പോലെ തോന്നുന്നു, അത് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡിവിഷൻസ് ആഡ് ചെയ്യുക. നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഡിവിഷൻസ് ആഡ് ചെയ്യുക. ഇതാ ഇവിടെ ഡിവിഷൻസ് ഉണ്ട്, ഒരു 2 ഡിവിഷൻസ് കൊടുത്താൽ മതി, മനസ്സിലല്ലേ? 2 ഡിവിഷൻസ് കൊടുത്താൽ ഓപ്സെറ്റ് ചെയ്യണ്ട, ഓപ്സെറ്റ് ചെയ്താൽ ഇങ്ങനെ കയറി വരും കണ്ടോ, ഇങ്ങനെ കയറി വരും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാകും, കാരണം ഡിവിഷൻസ് വരുമ്പോൾ നമുക്ക് ഓപ്സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓപ്സെറ്റ് ചെയ്യേണ്ട, ഡിവിഷൻസ് മാത്രം ആഡ് ചെയ്താൽ 2 എണ്ണം മാത്രം, 2 എണ്ണം ഡിവിഷൻസ് ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അത് സ്മൂത്ത് ചെയ്ത് നോക്കാം കണ്ടോ. അപ്പൊ നേരത്തെ ഉണ്ടായ ആ പ്രശ്നം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് കുറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കണ്ടോ. ഇവിടെ എല്ലാം ഒരു കീറിയ പോലെ വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ. അപ്പൊ അതും ഒന്ന് ക്ലിയർ ചെയ്യണം. അതിനെന്ത് ചെയ്യണം, നമ്മളൊന്ന് Alt H പ്രസ് ചെയ്തു. ഞാൻ ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യട്ടെ, ഫയൽ പെട്ടെന്ന് എന്തെങ്കിലും എറർ വന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ ഓക്കെ, ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ സേവ് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് 2 രീതിയിൽ ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഇത് ഒബ്ജക്റ്റ് മോഡാക്കി എക്സ്ട്രൂഡ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ കവറിൻ്റെ എക്സ്ട്രൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം ചെയ്യുക, എന്നിട്ട് ഇതിനെ ഓപ്പോസിറ്റ് അവിടെ എടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, മിറർ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പം ഞാനിപ്പോൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ ഒരു ഭാഗം വേണ്ട, നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഒരു ഭാഗം വേണ്ട, ഡിലീറ്റ് ചെയ്ത്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം വെച്ചാൽ മതി, അപ്പുറം ഓപ്പോസിറ്റ് എടുത്താൽ മതി, തെറ്റില്ല, മനസ്സിലായില്ലേ? ഓപ്പോസിറ്റ് എടുത്ത് ചെയ്താൽ അപ്പോൾ ഇത് 2 മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാം. ഇൻസേർട്ട് എഡ്ജ് വെച്ചു, ഇതിന് സപ്പോർട്ടിങ് എഡ്ജ് വേണം, അതാണ് ഈ ചെയ്യാൻ പോകുന്നത്, മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇവിടെ വന്ന് കൊടുത്തു. ഇവിടെ ഇത്തരം ചില സന്ദർഭങ്ങളിൽ നമുക്ക് കണ്ടോ, ഈ എഡ്ജസ് കറക്റ്റ് കാൽക്കുലേറ്റ് ആവുന്നില്ല. ഇൻസേർട്ട് എഡ്ജ് അവിടെ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ഒന്ന് കൊടുത്തു നോക്കാം. ഈക്വൽ ഡിസ്റ്റൻസ് കണ്ടോ, കറക്റ്റായിട്ട് വന്നില്ലേ? ഈക്വൽ ഡിസ്റ്റൻസ്, അതാണ് നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടില്ല ഈക്വൽ ഡിസ്റ്റൻസ്. അതായത് ചില വർക്കുകൾ ചെയ്യുമ്പോൾ ഓരോ ടൂളും നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. അതാണ് നിങ്ങൾ എഴുതിയെടുത്തോ. ഈ ഇൻസേർട്ട് എഡ്ജിൽ നമ്മൾ 2 പറഞ്ഞതാണ്, റിലേറ്റീവും പഠിച്ചു, മൾട്ടി കട്ട് പഠിച്ചു. ഈക്വൽ ഡിസ്റ്റൻസ് കണ്ടോ, ഈക്വൽ ഡിസ്റ്റൻസ്
അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഇപ്പം നമുക്ക് നോക്കിയേ റിലേറ്റീവ് എഡ്ജ് വരുമ്പോൾ ഒരു പ്രശ്നം നോക്കിയേ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകണ്ടോ ഈക്വൽ ആയിട്ടില്ല കണ്ടോ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് അതൊരു പ്രയാസം വരുന്നത് അതുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത്തരം കാര്യങ്ങൾ നമ്മൾ ഇൻസേർട്ട് എഡ്ജുകൾ ഉപയോഗിക്കുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം എഡ്ജ് വെക്കാം എന്നിട്ട് നമ്മൾ കണ്ടോ വരക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എഡ്ജസ് ഫ്ലോ ആയി അവിടെ കണ്ടോ കറക്റ്റായിട്ട് വന്നു കണ്ടോ ഇത് ഇവിടെ താഴേക്ക് വരേണ്ടതാണോ ഉള്ളിലോട്ട് കയറി ഇങ്ങനെ വരുന്നതാണോ മനസ്സിലായില്ലേ അതങ്ങനെ കൊടുക്കാം ഇവിടെ ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടും നമുക്ക് ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യും കണ്ടോ കൊടുത്തില്ലേ അത് കറക്റ്റായി ഇനി ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കി നിങ്ങൾ ഇവിടെ എഡ്ജസ് വേണം കേട്ടോ നിങ്ങൾ അത് മാത്രം ചെയ്യരുത് ഇവിടെയും ഒരു എഡ്ജസ് വേണം ഓക്കെ കണ്ടോ ഇവിടെ എഡ്ജ് വേണ്ട ഇവിടെ എഡ്ജ് വേണ്ട ഇവിടെ എഡ്ജ് കൊടുത്താൽ ഇങ്ങനെയുണ്ടോ ഇവിടെ നമുക്ക് ആ പിടുത്തം വേണ്ട അവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് വരേണ്ടത് അവിടെ ഒരു എഡ്ജസ് സപ്പോർട്ടിങ്സ് വേണ്ട നമുക്ക് അപ്പോൾ ഇത് എന്ത് ചെയ്യുക ഇത് സ്മൂത്ത് ചെയ്യുമ്പോൾ ഇതാ കണ്ടോ എഡ്ജസ് വളരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എഡ്ജസ് നമുക്ക് വളരെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാ എഡ്ജസും അതുപോലെ ക്രിയേറ്റ് ചെയ്യുക പ്രിവിലെ എഡ്ജസും നമ്മൾ അതുപോലെ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് എഡ്ജസ് ഇവിടെ എഡ്ജസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സപ്പോർട്ടിങ് എഡ്ജ് ഇൻസേർട്ട് എഡ്ജ് നമ്മൾ പോവുക ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം എഡ്ജസിൽ പോവുക നമ്മൾ കറക്റ്റായിട്ട് അവിടെ വരക്കും കണ്ടോ കറക്റ്റായിട്ട് വന്നില്ലേ ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ നിങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കണം ഈ എഡ്ജസ് എല്ലാം കറക്റ്റായിട്ടുണ്ടോ നോക്കണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും കണ്ടോ എവിടെയാണ് വേണ്ടത് അവിടെ കറക്റ്റായിട്ട് എഡ്ജസ് ഈക്വൽ ആയിട്ടുണ്ട് ഇനി ഇവിടെ വേണം അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുക ഈക്വൽ ആയിട്ടുണ്ട് എഡ്ജസ് അപ്പോൾ രണ്ട് എഡ്ജസും നമ്മൾ മൾട്ടിപ്പിളും ഈക്വൽ വെച്ചിട്ട് ചെയ്യുന്നതും റിലേറ്റീവ് വെച്ചിട്ട് ചെയ്യുന്നതും കൺഫ്യൂസ് വരുന്നത് നമുക്ക് ആവശ്യം വരുന്നതാണ് നമ്മൾ എല്ലായിടത്തും ഇൻസെർട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൂപ്പ് കിട്ടൂല കേട്ടോ നമ്മൾ ഭയങ്കര പണി കഷ്ടപ്പെട്ടിട്ട് വരും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം നിങ്ങൾ ഇവിടെ കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഡിലീറ്റ് എഡ്ജസ് കൊടുത്തു ഡിലീറ്റ് ഒരിക്കലും കീബോർഡ് ചെയ്യരുത് ഏതാണെന്ന് നോക്കണം കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇൻസേർട്ടല്ല ഈക്വൽ ഡിസ്റ്റൻസ് ആണ് വെച്ച് കറക്റ്റ് ചെയ്യും അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിലും 4 എഡ്ജാണ് കണ്ടോ എല്ലാം 4 എഡ്ജാണ് ഒരു ഫേസിൽ 4 ആയിട്ടാണ് കാണും പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ മോഡലിങ്ങിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു വ്യത്യാസം ചെറുങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് UV ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ആ രണ്ട് എഡ്ജും നമ്മൾ സെലക്ട് ചെയ്യുക ഓക്കെ രണ്ട് എഡ്ജ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സ്ലൈഡ് എഡ്ജ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ എന്നിട്ട് നിങ്ങൾ മൗസിൻ്റെ വീൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കണ്ടോ ഒരിക്കലും മൂവ് ചെയ്യരുത് മൂറ്റൂളെടുത്ത് മൂവ് ചെയ്താൽ അത് അതേ ലെവലിൽ കിട്ടൂല ഉദാഹരണം കാണിച്ചു തരാം ഇപ്പോൾ മൂറ്റൂളെടുത്ത് മൂവ് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു കാണിച്ചു തരാം നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ മൂറ്റൂടുത്ത് മൂവ് ചെയ്താൽ ഇങ്ങനെയുണ്ടോ കണ്ടോ ഈ എഡ്ജ് ഇതായില്ലേ ഷേപ്പ് പോയില്ലേ കണ്ടോ ഇത് അനങ്ങുന്നില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഷിഫ്റ്റ് പ്രസ് ചെയ്യുക സ്ലൈഡ് എഡ്ജ് എടുക്കുക സ്ലൈഡ് എഡ്ജ് മൗസിൻ്റെ വീൽ ബട്ടൺ മിഡിൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യും കറക്റ്റ് ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും എന്തായാലും ബുദ്ധിമുട്ട് വരും 100%. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ല ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എഡിറ്റ് ചെയ്തത് കൊണ്ട് ഇതിനൊരു സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട് കേട്ടോ അവിടെയുള്ള ഒരു സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഷിഫ്റ്റ് പ്രസ് ചെയ്യുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഹാർഡൻ എഡ്ജ് സോഫ്റ്റ് ആൻഡ് ഹാർഡൻ എഡ്ജ് കണ്ടോ ഒരു പിടുത്തം ഇനി നമുക്ക് ആ ക്യൂബ് ബോക്സിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ സാധനം എന്ത് ചെയ്യുക സ്മൂത്ത് ചെയ്ത് കണ്ടോ അപ്പോൾ ആ ഒരു പിടുത്തൊന്നുമില്ല വളരെ കറക്റ്റായി സെറ്റായിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഇതുണ്ട് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ സ്കെയിൽ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്താൽ മതി അപ്പോൾ അത് അഡ്ജസ്റ്റ് ആവും ഓക്കെ അപ്പോൾ അത് സെറ്റായി ഇനിയിപ്പോൾ നമുക്ക് സ്മൂത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ T പ്രസ് ചെയ്യുക സ്മൂത്ത് ഔട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം വർക്ക് ചെയ്യാൻ
ഇനി നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഇപ്പുറം വരണം. സേവ് ചെയ്യുക, ഫയൽ സേവ് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിന്റെ ഓപ്പോസിറ്റ് ഇപ്പുറം വരണം അല്ലേ. അപ്പോൾ ഈ ഒബ്ജക്റ്റിന്, അതായത് നമ്മൾ ഈ ഒബ്ജക്റ്റിന് സെന്റർ ആണ് ഇത് ഗ്രിഡ്. അതുകൊണ്ടാണ് നമ്മൾ 0 വാല്യൂയിൽ ആദ്യം XY Z എല്ലാം മാറ്റിയത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, മോഡിഫൈയിൽ പോയിട്ട് സെന്റർ പിവറ്റ് കൊടുക്കുക, W പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സെന്റർ പിവറ്റ് ഉള്ളത് അല്ലേ. ഇതിനെന്ത് ചെയ്യുക, ഇത് ഗ്രിഡിന്റെ സെന്ററിലേക്ക് എത്തിക്കുക. അതായത് ഈ പിവറ്റ് പോയിന്റിൽ ഇതിന്റെ സെന്ററിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ അല്ലെങ്കിൽ മിറർ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, D പ്രസ് ചെയ്യുക, X പ്രസ് ചെയ്യുക. X മീൻസ് ഗ്രിഡിൽ സ്നാപ്പ് ചെയ്യുന്നതാണ് X. ഡിയും എക്സും ഡി പ്രസ് ചെയ്താൽ മൂവ് ടൂൾ നമുക്ക് ഇങ്ങനെ മാറും, മൂവ് ചെയ്യും, ഒബ്ജക്റ്റ് മൂവ് ആവില്ല. കണ്ടോ, ഇപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ആവുന്നുണ്ട്. ഡി പ്രസ് ചെയ്യുമ്പോൾ പിവറ്റ് പോയിന്റ് മാത്രമേ മൂവ് ആവും. അപ്പോൾ ഡിയും എക്സും പ്രസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രിഡിന്റെ സെന്ററിലേക്ക് സ്നാപ്പ് ചെയ്ത് നോക്കുക, മൂവ് ടൂളിന്. മനസ്സിലായില്ലേ, ഗ്രിഡിന്റെ സെന്ററിലേക്ക് മൂവ് ടൂളിന് സ്നാപ്പ് ചെയ്ത് നോക്കുക. സ്നാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഓപ്പോസിറ്റ് കിട്ടണ്ടല്ലേ. ഓപ്പോസിറ്റ് കിട്ടണം എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ് പ്ലസ് ആണ് വേണ്ടത്, എക്സ് മൈനസ് നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ട് വ്യൂവിൽ പോയി എഡിറ്റിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ, മൗസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ, അതിന്റെ ഓപ്ഷനിൽ പോവാ. ഇവിടെ നമുക്ക് കോപ്പി ഇൻസ്റ്റൻസ് പാരന്റ് വേൾഡ് ന്യൂ ഗ്രൂപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ സ്കെയിൽ 1 സ്കെയിലിന്റെ വാല്യൂ 1 ആണെന്ന് നമ്മൾ എല്ലാ ക്ലാസ്സിലും പഠിച്ചതാണ്. അപ്പൊ സ്കെയിലിന്റെ വാല്യൂ 1 തന്നെ ചെയ്യാതെ, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു അല്ലെ. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് കിട്ടണമെങ്കിൽ ഒരിക്കലും മൂവ് ടൂൾ അല്ല അപ്ലൈ ചെയ്യുന്നത്, സ്കെയിൽ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു കാര്യം കോപ്പിയാണ് വേണ്ടത്, ഇതിന്റെ കോപ്പിയാണ് വേണ്ടത്, ഇതിന്റെ ഇൻസ്റ്റൻസ് നമുക്ക് വേണ്ട. മനസ്സിലായില്ലേ, ഇൻസ്റ്റൻസ് മീൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്താലും നിങ്ങൾ എടുത്ത ഡ്യൂപ്ലിക്കേറ്റിലും എഡിറ്റ് ആവും. അതുകൊണ്ട് കോപ്പി മതി, പാരന്റ് ആയിരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലി. പക്ഷേ എക്സ് ഏതാണ് വേണ്ടത്, എക്സ് പ്ലസ് ആ വേണ്ടത്. കണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് കിട്ടുന്നില്ലോ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നോക്കിയേ, ഇവിടെ നോക്കിയേ, എക്സ് ഏതാണ് കൊടുക്കേണ്ടത് നോക്കിയേ, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ, എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യല്. ഇവിടെ എക്സ് മൈനസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യല് എക്സ് മൈനസ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇവിടെ കണ്ടോ, പ്ലസിന്റെ വാല്യൂ ആണെങ്കിൽ മൈനസ് കൊടുത്താലേ വർക്കാവും. മനസ്സിലായില്ലേ, അതുകൊണ്ട് ഇവിടെ നമുക്ക് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. അപ്പൊ ഇതും നമുക്ക് കിട്ടി. ഇതിന് രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്യാം, ഒന്നാക്കാം. കാരണം ഇതിന്റെ താഴെ വേണ്ടേ, ഇപ്പൊ കമ്പൈൻ ചെയ്യാം. ഇനി നേരെ നമ്മൾ അത് നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിന്റെ സെന്ററിൽ, അതായത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ സെന്ററിൽ, അതായത് ആ ഒബ്ജക്റ്റിന്റെ സെന്റർ എങ്ങനെ കിട്ടണമെന്ന് അറിയോ, നിങ്ങളിപ്പോ ഈ ഒരു ക്യൂബിനെ സെലക്ട് ചെയ്തിട്ട് ആ ക്യൂബിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്യൂബിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ നമ്മളെ ചാനൽ ബോക്സിൽ പോയിട്ട് അതിന്റെ ഒരു മെയിൻ സബ്ഡിവിഷൻ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. സബ്ഡിവിഷൻ ഹൈറ്റ് കൊടുക്കുമ്പോൾ ഹൈറ്റ് ഇപ്പോൾ ഞാൻ 2 കൊടുത്താൽ പോരാ, 1 കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യുക. അപ്പോൾ ഇതിന്റെ സെന്റർ കിട്ടി, കണ്ടോ, സെന്റർ കിട്ടി. അപ്പോൾ ഇനി വേണ്ട, ഇതാണ് സെന്റർ എന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് W പ്രസ് ചെയ്യുക. നേരത്തെ നമ്മൾ പഠിച്ച പോലെ ഡിയും എക്സും പ്രസ് ചെയ്തിട്ട് അതിനെ സെന്ററിലേക്കാണ്. അപ്പോൾ Y ആണ് ഇനി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലിലേക്ക് പോകും, അത് താഴേക്ക് വരുന്നത് അല്ലേ. എഡിറ്റ് പോവുക, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലിന്റെ ഓപ്ഷനിൽ പോവുക. Y ആക്സിസ് അല്ലേ, അപ്പൊ ഇത് X അല്ലേ. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ X ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, മുമ്പത്തെ ക്ലാസ്സിൽ. ഇത് സ്കെയിലിന്റെ വാല്യൂ, ഇത് X, ഇത് Y, ഇത് Z വാല്യൂ. അപ്പൊ ഇത് മൈനസ് ചെയ്തുകൊണ്ടാണ് നേരത്തെ അവിടെ കിട്ടി. അപ്പൊ ഇവിടെ ചെയ്തുകൊണ്ട് Y മൈനസ് ആകുന്നത്. അപ്പൊ Y മൈനസ് ചെയ്യുക, -1 ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലി. അപ്പൊ എന്തായി, കറക്റ്റ് താഴേക്ക് പ്ലേസ്. കണ്ടോ, വളരെ ഈസി അല്ലേ. അപ്പൊ നമുക്ക് താഴെയും കിട്ടി, മുകളിലും കിട്ടി. ഇനി എന്ത് ചെയ്യുക, എല്ലാം കൂടി കമ്പൈൻ ചെയ്യുക. തൽക്കാലത്തേക്ക് കമ്പൈൻ ചെയ്യുന്നതാണ്. കണ്ടോ, കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബോക്സിന്റെ ഷേപ്പിലേക്ക് ഇതിനെ മാറ്റുന്നത്. അതായത് ഇതിപ്പോ 2 രീതിയിൽ ചെയ്യാം. കാരണം പറഞ്ഞാൽ ഇതിപ്പം നമ്മൾ ക്യാരക്ടർ ഓപ്പൺ ചെയ്യാത്ത ഒരു ബോക്സ് ആയിരിക്കണം. ആനിമേഷനിലേക്ക് ഈ ക്യാരക്ടർ വന്നിട്ട് ഈ ബോക്സ് അവിടെ വെറും തട്ട് വെച്ച് അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ബോക്സ് ആണ്. അങ്ങനെ തന്നെ നിന്നോട്ടെ, അത് തുറക്കാനൊന്നും പോകുന്നില്ല.
അതിൻ്റെ ഷേപ്സും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്താൽ മതി. പക്ഷേ അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ഇതൊരു ഓപ്പൺ ചെയ്യേണ്ട ഒരു സാധനമാണ്. ചിലപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. അത് ഓപ്പൺ ചെയ്യേണ്ട അതിൻ്റെ വിജാഗിരി കാര്യങ്ങളെല്ലാം വെച്ച് അതിൻ്റെ എല്ലാം ചെയ്ത് നമ്മൾ നീറ്റായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇപ്പം നോക്കി ഈ ക്യൂബ് നമ്മൾ കറക്റ്റ് ചെയ്യണം. കാരണം ഇവിടെ ഇത് എല്ലാം കൂടി സ്മൂത്ത് ചെയ്താൽ എങ്ങനെയുണ്ടാവും? സ്മൂത്ത് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഇങ്ങനെയുണ്ടാവും, കണ്ടോ? അതായത് ഇതിന് നമ്മൾ സപ്പോർട്ടിങ് എഡ്ജ് എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിന് സപ്പോർട്ടിങ് എഡ്ജ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സപ്പോർട്ടിങ് എഡ്ജ് എന്തിന് കൊടുക്കണം? ക്യൂബിന് കൊടുക്കണം. അപ്പോൾ ക്യൂബ് ഓൾ ടച്ച് പ്രസ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഫയൽ സേവ് ചെയ്യുക. സേവ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ആദ്യം പഠിച്ചോളൂ ഇൻസേർട്ട് എഡ്ജ് വെച്ച് ഇങ്ങനെ വരച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ അറ്റം വരുന്ന ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും പെട്ടിക്ക് ഇതിൻ്റെ അറ്റം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ മൊത്തം എഡ്ജസിന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ബിവൽ എഡ്ജ് കൊടുക്കുക. ബിവൽ എഡ്ജ് കൊടുത്താൽ ഷേപ്പ് പോയോ? ഷേപ്പ് പോയില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഫ്രാക്ഷൻ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്ര മതി. എന്നിട്ട് സെഗ്മെന്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, സെഗ്മെന്റ് ആഡ് ചെയ്യണം, എന്നാലേ 4 ആവും കേട്ടോ. 4 ആയില്ലേ? എല്ലാം 4 ആയിട്ട് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് മോഡ് പോയി നമ്മൾ സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുക്കണം. എന്തായാലും ഹാർഡൻ എഡ്ജ് ആക്കണം ഇത്. ഓക്കെ, എന്നിട്ട് ചെക്ക് ചെയ്യാം. കണ്ടോ? ഇതിപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയേ, ഇതിൽ സപ്പോർട്ടിങ് എഡ്ജസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. നമുക്ക് കണ്ടോ കറക്റ്റായിട്ടുണ്ട്. പക്ഷേ ഇതിന് നമ്മൾ സപ്പോർട്ടിങ് എഡ്ജ് മാത്രമല്ല, എല്ലാത്തിനും നമ്മൾ ടെക്സ്ചർ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള എഡ്ജസ് എല്ലാം നമുക്ക് വേണം. അല്ലെങ്കിൽ ടെക്സ്ചർ നമുക്ക് വലിഞ്ഞു പോകും, UV ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം വേണം. അതെല്ലാം നമുക്ക് ലാസ്റ്റ് ചെയ്ത് ഒരു ഫ്ലോക്സി ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഈ പെട്ടിയുടെ ഈ നടുഭാഗം, ഈ തുറക്കുന്ന ഒരു ഭാഗം വരുന്നില്ലേ? ഏതാ പെട്ടി തുറക്കുന്ന ഒരു ഭാഗം? ഇതാ ഈ ഒരു ഭാഗം വരുന്നുണ്ട്. ഇതാ ഈ ഒരു ഭാഗം. അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് ആയിരിക്കും. ഇതിപ്പോൾ ചെറിയൊരു ഭാഗമാണ് വരുന്നത്. കണ്ടോ? ആ തുറക്കുന്ന ഒരു ഭാഗം വരുന്നത് കണ്ടോ? ഞാനിതിൻ്റെ സെൻറ്ററിലാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറേ മുകളിലല്ല ചെയ്യുന്നത്, ഇതിൻ്റെ സെൻറ്ററിലാണ് ചെയ്യുന്നത്. സെൻറ്ററിൽ ഇതുപോലെ ഏകദേശം ഇതുപോലെ ഞാൻ കുറച്ചും കൂടി സെൻറ്ററിലാണ് ചെയ്യുന്നത്. ഞാൻ നടുവിൽ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഈ പെട്ടിയുടെ ഒരു പ്രത്യേകം ഇതിലൊന്നും കാണാത്തൊരു പെട്ടിയാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടോ? ഇതെല്ലാം വരണം. ഈ ഒരു സാധനം കുറച്ചും കൂടി താഴോട്ടാക്കി വെക്കും. ഓക്കെ, ഇതിൽ ചിത്രത്തിൽ കാണാത്ത രീതിയിൽ ഒരു സ്റ്റൈൽ ചെയ്യും. എന്ത് ചെയ്യുക? മൊത്തം ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ഇൻസേർട്ട് അടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ആട്രിബ്യൂട്ട്സ് വർക്ക് ആവില്ല. കണ്ടോ? ഇതിൽ ആട്രിബ്യൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോയി പോകും. കണ്ടോ? അതിൻ്റെ ഷേപ്സ് എല്ലാം പോയി പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ആട്രിബ്യൂട്ട്സിൽ കളിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? എഡിറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസേർട്ട് അടിച്ച് പോവുക. ഇവിടെ പോയി എന്ത് ചെയ്യുക? എനിക്ക് വേണ്ടത് ഏതാ? മൾട്ടിപ്പിൾ എഡ്ജസ് 2 എണ്ണം കൊടുക്കുക. ഇവിടെ ക്ലിക്ക്. അപ്പോൾ 2 എണ്ണം ഇങ്ങനെ വന്നു. അതിനെ സ്കെയിൽ ചെയ്ത് കണ്ടോ? കറക്റ്റ് സെൻറ്ററിലേക്ക് വന്നു. എത്ര ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പ് കൊടുക്കാം കേട്ടോ. ഞാൻ ചെയ്തു കണ്ടോ? ഇനിയിപ്പം നമ്മൾക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. അതായത് ഇപ്പം നമുക്ക് കാണണ്ട. നമ്മൾ ഇത് ഓൾ ടച്ച് പ്രസ് ചെയ്ത് മാത്രം ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഞാൻ ചെയ്യുന്നത് നോക്കിക്കോ. ഫേസ് സെലക്ട് ചെയ്തു. ഇതിന് ചുറ്റുമുള്ള ഫേസ് അങ്ങ് സെലക്ട് ചെയ്തു. എക്സ്ട്രൂഡ് അറിയാലോ, ഉള്ളിലോട്ട് എക്സ്ട്രൂഡ്. ആ പെട്ടി ഓപ്പൺ ഭാഗമല്ലേ വേണ്ടത്. അപ്പോൾ അത് ഉള്ളിലോട്ടല്ലേ വരുന്നത്, പുറത്തേക്ക് വരണ്ട. എക്സ്ട്രൂഡ് എന്ത് ചെയ്യുക? തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക. തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ. ഇതിവിടെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അധികം അങ്ങ് വലിച്ചുകൂടാ. കണ്ടോ? പൊട്ടാത്ത രീതിയിൽ മാത്രം തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാം നോക്കണം. നിങ്ങൾ ഇങ്ങനെ നോക്കാതെ അങ്ങനെ വർക്ക് ചെയ്യരുത്. ഓക്കെ, അല്ലെങ്കിൽ പൊട്ടിപ്പോയാൽ പിന്നെ ഇത്രയും വർക്ക് ചെയ്തിട്ട് അത് പിന്നെയും ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ, ഡിവിഷൻസ് ആഡ് ചെയ്യും. 2 എണ്ണം കൊടുക്കാം ഒരു ഡിവിഷൻ. എന്നിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. കണ്ടോ? ഇങ്ങനെ കണ്ടോ? അതായത് നമ്മൾ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ഇൻസേർട്ട് അടിച്ച് കൊടുക്കുന്നില്ല. ഇതിനൊരു ഒരു 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 ഷേപ്പ് ഉണ്ട്, ഇങ്ങനെ ഒരു ഒടിഞ്ഞ കണ്ടോ? ഒരു ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു. അപ്പോൾ അതവിടെ നിന്ന് കിട്ടെ. നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇത് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ തുറക്കേണ്ടതാണ്. ക്യാരക്ടർ തുറന്നിട്ടുള്ള ഒരു ബോക്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ ഇവിടെ സർഫസ് ഇത് സെപ്പറേറ്റ് കൊടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഫേസിനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കണം. ഇതിങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണം ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു എഡ്ജ് കൊടുത്തിട്ട് അതിനെ അങ്ങനെ സെലക്ട് ചെയ്താലും മതി. മനസ്സിലായില്ലേ? ഞാൻ ഇപ്പോൾ ഒരു എഡ്ജസ് കൊടുക്കും. നിങ്ങൾ കൺഫ്യൂസ് വരണ്ട. അതുകൊണ്ട് ഞാൻ എഡ്ജസ് ഇവിടെ ഓക്കെ ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. കണ്ടോ? സെപ്പറേറ്റ് ചെയ്യാം. ഇതാ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫേസസ് അല്ല, എക്സ്ട്രാക്ട് ഫേസ് കേട്ടോ. എക്സ്ട്രാക്ട് ചെയ്താൽ സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് വേറെ തന്നെ ഉണ്ട് ഫേസ്. നമ്മൾ 2 എണ്ണം ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. ഇത് എക്സ്ട്രാക്ട് ഫേസ്.
കണ്ടോ, മോഡിഫൈ പോവുക, സെൻട്രൽ പിവറ്റ് കൊടുക്കണം കേട്ടോ. നിർബന്ധമായും മോഡിഫൈ ചെയ്തിട്ട് സെൻട്രൽ പിവറ്റ് കൊടുക്കണം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അതങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെൻട്രലായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇത് വേറെ അത് വേറെ. ഓക്കെ അല്ലേ? അപ്പം അതും ഇതും വേറെ. ഇത് തുറക്കാൻ പറ്റൂലേ, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. കാരണം ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് പിവറ്റ് പോയിന്റ് നമ്മൾ കറക്റ്റ് ചെയ്യും. ഇവിടെ വേണ്ട പിവറ്റ് പോയിന്റ് നമുക്ക് ഇവിടെ ചെയ്യാം. കണ്ടോ, ഇവിടെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും അല്ലേ? ഓപ്പൺ ചെയ്യാൻ പറ്റൂലേ? കണ്ടോ, ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്നും നമ്മളിപ്പോൾ ശ്രദ്ധിക്കണ്ട. നമ്മൾ ഇതിനെ വർക്കിന്റെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്താണോ നിങ്ങൾക്ക് സ്റ്റുഡിയോന്ന് തരുന്ന വർക്ക് അതിനനുസരിച്ച് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഇഷ്ടത്തിനല്ല വർക്ക് ചെയ്യേണ്ട, അവരുടെ ഇഷ്ടത്തിനാണ്. മനസ്സിലായില്ല? അങ്ങനെയാണെങ്കിൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് പറയാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിൽ പടം വരക്കുന്ന ഒരാളായിട്ട് മാറിയതാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വരച്ചു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രൊഫഷണലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണം വർക്ക് ചെയ്യാൻ. അതിലെന്താണെന്നോ റിയൽ ആയിട്ടുള്ളത് കാര്യങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഞാനിപ്പോൾ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നല്ലോ. ഹൈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് മോഡലാകുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ നോക്കി ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും ഞാൻ സെഗ്മെന്റ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതിലെല്ലാം സെഗ്മെന്റ് വേണം. ഇങ്ങനെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇട്ടില്ല. സെഗ്മെന്റ് നിർബന്ധമായിട്ടും വേണം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും സെഗ്മെന്റ് ഇട്ടിട്ടില്ല. ഓക്കെ, സെഗ്മെന്റ് ഇടാം നമുക്ക്. കാരണം ഇനിയിപ്പോൾ അതിനൊരു വിഷമം കാണിക്കണ്ട. ഞാനിപ്പോൾ മൾട്ടി കട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിത് കമ്പൈൻ ചെയ്യാം. ആദ്യം രണ്ടിനും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയേ മൾട്ടി കട്ട് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ വരഞ്ഞു, ഒന്ന് ഇങ്ങനെ വരഞ്ഞു. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മൾട്ടി കട്ട് വേണ്ട, നമുക്ക് മറ്റേത് ഉപയോഗിക്കാമല്ലോ. ഇൻസേർട്ട് എഡ്ജ് അതിൽ മൾട്ടിപ്പിൾ ഉണ്ടല്ലോ. ഞാനൊരു 4 എഡ്ജ് കൊടുക്കാം, സെൻറ്റർ അടിക്കാം. കണ്ടോ, ഇവിടെ 4, ഇവിടെ 4. കണ്ടോ, വേണ്ടേ? ഇവിടെ 4 വേണ്ട. ഇനിയിപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേപോലെ ഇതാ ഇവിടെയും കൊടുക്കണം. ഞാനിത് കമ്പൈൻ ചെയ്തു എന്നേ ഇല്ലൂ. അപ്പോൾ ഇത് കറക്റ്റായി 4, 4. ഇനി എനിക്ക് ഇൻസെർട്ട് എഡ്ജ് മൾട്ടിപ്പിളിൽ എന്ത് ചെയ്യുക, മൾട്ടിക്കട്ടല്ല മൾട്ടിപ്പിളിൽ പോയിട്ട് ഒരു 3 കൊടുക്കുക. 3 എൻ്റർ ചെയ്യുക. എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ 3. അപ്പോൾ കറക്റ്റ് 3 വന്നു. കണ്ടോ, ഇനി ഇവിടെ 3, ഇവിടെ 3. കണ്ടോ, സെഗ്മെന്റ് കറക്റ്റ് ഈക്വൽ ആയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ സെഗ്മെന്റ് വേണം കേട്ടോ, അല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റൂല, ടെക്സ്ചർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ പോയി നമ്മൾ എഡ്ജസ് എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണറിയോ, നിങ്ങൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിനെ മൊത്തത്തിൽ അങ്ങ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എഡിറ്റ് പോയിട്ട് ഡിലീറ്റ് ബൈ ഹിസ്റ്ററി. എന്തുകൊണ്ടറിയോ, നമ്മൾ ചെയ്തിരിക്കുന്ന ഈ വേസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതെല്ലാം നമ്മൾ കുറേ കഴിയുമ്പോൾ വർക്ക് ചെയ്ത് ഇത് ഹാങ് ആവും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇത് നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് വലിയൊരു 1 GB 2 GB സേവ് ആയി പോകേണ്ട അവസ്ഥ വരും നിങ്ങൾ കുറേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക. ഹിസ്റ്ററിയും കൂടി നമുക്ക് ഫയലിൻ്റെ സൈസ് കൂട്ടാനുള്ളൊരു പരിപാടിയായിട്ട് മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഹിസ്റ്ററി അങ്ങ് ഡിലീറ്റ് ചെയ്യുക. എഡിറ്റ് പോവുക, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ അല്ല, ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി. അപ്പോൾ എന്തായി, ഇത് മൊത്തം അങ്ങ് ഫ്രീ ആയി. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടി പറഞ്ഞാൽ, ഈ കൊടുത്തിരിക്കുന്ന ഈ സാധനത്തിനെല്ലാം നിങ്ങൾ പേര് കൊടുക്കേണ്ട ഒരു ആവശ്യവും കൂടിയുണ്ട് കേട്ടോ. പേര് കൊടുത്തിരിക്കണം. പേരില്ലാതെ വർക്ക് ചെയ്യരുത്. കാരണം ഇതിനെല്ലാം ഇപ്പോൾ നോക്കിയാൽ വിൻഡോയിൽ നമ്മൾ ഔട്ട്ലൈനറിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം നോക്കിയേ, ഇവിടെ കണ്ടോ P ക്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യണം. ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം. നമ്മൾ ആവശ്യം കഴിഞ്ഞ് ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യുക. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, സെപ്പറേറ്റ്. കണ്ടോ, എല്ലാം സെപ്പറേറ്റ് ആയില്ലേ? അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെയ്യണം, സെപ്പറേറ്റ് എന്തായാലും ചെയ്യണം. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തിട്ട് മനസ്സിലാക്കി ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. അതുപോലെ ഇവിടെ നമുക്ക് ഇൻസേർട്ട് എഡ്ജ് വേണമെങ്കിൽ ഇൻസേർട്ട് എഡ്ജ് ചെയ്യുക. കാരണം ഇവിടെ നമുക്ക് സെഗ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, ഇവിടെയും നമുക്ക് സെഗ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്യുക കേട്ടോ. നിങ്ങൾ അതിന് ഡീറ്റെയിൽ ചെയ്ത് ചെയ്യുക. ഇവിടെ സെഗ്മെൻറ്റ് വരുമ്പോൾ അതിനൊരു വളവ് വേണ്ടി വരും, അതെല്ലാം ചെയ്യാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ നോക്കാം. നമുക്ക് ഏകദേശം ഒരു ബേസിക് ഷേപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ സാധനം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രൂ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഏതാ ഈ ഒരു സാധനം കണ്ട, ഇതിന് ഇങ്ങനെ റിബിറ്റ് പോലെ സാധനം അടിച്ച് കാണുന്നില്ലേ, ഒരു സ്ക്രൂ പോലെ. നമുക്ക് സ്ക്രൂ ആക്കാം. നമുക്ക് ഇതിലില്ല എന്തെല്ലാം ഇല്ല, അതെല്ലാം നമുക്ക് വെറൈറ്റി ആയിട്ട് പഠിക്കാം. കാരണം ഇതിലിപ്പോൾ സിമ്പിളായിട്ട് ഒരു സ്ഫിയർ കട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ പണി തീരും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ സാധനം ഇതിൻ്റെ ഇടയിൽ കൂടുതലായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആദ്യം സേവ് ചെയ്യുക, നിർബന്ധമായിട്ട് സേവ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയേ, ഞാൻ ഫ്രണ്ട് വ്യൂവിൽ പോയി ഞാൻ ഇവിടെ പോയിട്ട് സ്പിയർ എടുത്തു. ആ സ്പിയറിനെ എടുത്തിട്ട് എനിക്ക് ഇവിടെ വേണം. ഇവിടെ ഞാനൊരു സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട്.
കുറച്ച് വലുത് തന്നെ ചെയ്യട്ടെ കേട്ടോ, കുറച്ച് വലുത് തന്നെ ആയിക്കോട്ടെ, കാണാനൊരു രസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വെച്ചു. എത്ര നമ്മളെ സ്പിയറിൻ്റെ ഒരു സെഗ്മെൻറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ 8 പറഞ്ഞല്ലേ, 2 കൂടി 8 കൊടുക്കുക. 8 മതി കേട്ടോ, 8 മതി. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ഇത് സ്ക്രൂ ആക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നോക്കി, ഇത് നമ്മൾ ഇനിയിപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം ഓൾ ടച്ച് പ്രസ് ചെയ്യുക. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് വർക്ക് ചെയ്യും, എഡിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് ഓൾ ടച്ച് എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് മായ ഷോർട്ട് കീ. അപ്പോൾ ഓൾ ടച്ച് പ്രസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഇവിടുന്ന് ഇവിടെ വരെ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും നോക്കിയേ, ഇവിടെ ഇല്ല ഈ സാധനം ഞാൻ സെലക്ട് ചെയ്യും. പെർസ്പെക്റ്റീവിൽ പോവാം, പ്രശ്നമില്ല. പെർസ്പെക്റ്റീവിൽ പോയിട്ട് നോക്കാം. സ്കെയിൽ ചെയ്യാം അല്ലേ, സ്ക്രൂ ടൈപ്പ് അല്ലേ വേണ്ടേ. അപ്പോൾ സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്തതിന് ശേഷം ഞാൻ W പ്രസ് ചെയ്തിട്ട് ഇതിനെ ഷിഫ്റ്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എഡ്ജ് എക്സ്ട്രൂഡ് പഠിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഏകദേശം ഈ ഒരു ടൈപ്പിലേക്ക് എത്തിച്ചു. അധികം വേണ്ട കേട്ടോ, ഈ ഒരു ടൈപ്പ് മതി. പിന്നെ ഇവിടെ കാണുന്ന ഒരു പ്രോബ്ലം നോക്കിയേ, നമ്മൾ സ്ക്രൂ ടൈപ്പ് ചെയ്യുമ്പോൾ കൊണ്ട് ഇവിടെ ട്രയാങ്കിൾ അലൗഡ് ആണോ? ഇല്ല, അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ അലൗഡ് ആയ ട്രയാങ്കിൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ട്രയാങ്കിൾസ് എല്ലാം നമ്മളങ്ങ് കളയണം. എങ്ങനെ, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇൻ ബിറ്റ്വീൻ സെൻറ്റർ എഡ്ജ് ഒരിക്കലും കളയരുത്. എപ്പോഴും സെൻറ്റർ എഡ്ജ് കീപ്പ് ചെയ്ത് വെക്കുക. കാരണം അത് ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും സെൻറ്റർ എഡ്ജ്, അത് ഡിലീറ്റ് ചെയ്യരുത്. ഓക്കെ, സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ഡിലീറ്റ് എഡ്ജ്. ഓക്കെ, കണ്ടോ പോയില്ലേ, അതും പോയി. അപ്പോൾ നമുക്ക് ഫോർവേഡ് എല്ലാം നമുക്ക് ഈസി. ഇനിയിപ്പോൾ ഈ സ്ക്രൂവിന് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിരിക്കുന്ന ഒരു ഭാഗമില്ലേ, നടുഭാഗം, നമ്മളെ റെഫറൻസിൽ ആ സാധനമൊന്നുമില്ല. പക്ഷേ ഞാൻ അത് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞാൽ അതും കൂടി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെ ആ സാധനം ഉണ്ടാക്കിയെടുക്കും, നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട് ബിവൽ എഡ്ജ്. അപ്പോൾ എവിടെയാണോ നമുക്ക് സ്ക്രൂവിൻ്റെ ആ ഒരു തിരിക്കുന്ന ഒരു ഭാഗം വരുന്നത് അത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ബിവൽ എഡ്ജ് കൊടുക്കുക. അപ്പോൾ കണ്ടോ ആ നടുവിൽ ആ ഒരു ഭാഗം വന്നില്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് മോഡാക്കുക. എന്നിട്ട് വീണ്ടും സോഫ്റ്റ് ഹാർഡൻ എഡ്ജ്. ഇതിൽ എത്ര 5 എഡ്ജ് ഇല്ലേ, ഇവിടെ ഒന്നും എല്ലാം 4, ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ 5 എഡ്ജ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ട്രയാങ്കിളിനെ 4 എഡ്ജ് ആക്കി മാറ്റാം. മനസ്സിലായില്ലേ, ആദ്യം ട്രയാങ്കിളിനെ 4 എഡ്ജ് ആക്കി മാറ്റാം. അപ്പോൾ ട്രയാങ്കിളിനെ 4 എഡ്ജ് ആക്കി മാറ്റണം എന്ത് ചെയ്യണം, ഈ ഒരു സാധനം സെലക്ട് ചെയ്യുക. ഇതൊരു സാധനം സെലക്ട് ചെയ്തിട്ട് നോക്കിയേ, ഈ ഒരു സാധനം സെലക്ട് ചെയ്യുക, ഡിലീറ്റ് എഡ്ജ് കൊടുക്കുക. നോക്കിയേ, ഡിലീറ്റ് എഡ്ജ്. അപ്പോൾ ഡിലീറ്റ് എഡ്ജ് കൊടുക്കുമ്പോൾ നിങ്ങൾ പറയുക 5 എഡ്ജ് ആയാലും സാർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പം ഇത് നമ്മൾ ചെയ്തല്ലോ, ഈ എക്സ്ട്രൂഡ് ചെയ്യുന്നല്ലോ, കാണിച്ചാൽ ഒന്നുകൂടി ബിവൽ എഡ്ജ് കൊടുത്തുമല്ലോ ഇവിടെ. ഇപ്പോൾ ബിവൽ എഡ്ജ് കൊടുത്തു, ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെഗ്മെൻറ്റ് ആഡ് ചെയ്യുക. കണ്ടോ, ഒരു സെഗ്മെൻറ്റ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുത്തു. ഹാർഡൻ എഡ്ജ് കൊടുത്തതിന് ശേഷം നോക്കിയേ, ഈ എഡ്ജിനെ സെലക്ട് ചെയ്യുക. അതായത് ഈ എഡ്ജ് ഇങ്ങനെ ലൂപ്പിൽ പോകും, അത് വേണ്ട, നമുക്ക് ഈ എഡ്ജ് മാത്രം മതി. ഈ എഡ്ജ് മാത്രം മതി, ട്രയാങ്കിൾ എഡ്ജ്. ബാക്കിയെല്ലാം 4 അല്ലേ, ട്രയാങ്കിൾ എഡ്ജ് മാത്രം കളയാം. അപ്പോൾ ഇത് എത്രയായി, 4 ആയില്ലേ, ഇല്ലേ, 1 2 3 4, ഇത് 4 ആയില്ലേ. ഇപ്പോൾ 4 എഡ്ജിലേക്ക് അത് പോയിട്ടുണ്ട്. ഇങ്ങനെയും ചെയ്യും, മനസ്സിലായില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ഈ ഫേസിനെ മാത്രം സെലക്ട് ചെയ്യുക. ഈ ഫേസിനെ ഒന്നിനും സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാത്തിലും വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയേ എങ്ങനെ ചെയ്യേണ്ടത്. 1 2 3 ഇങ്ങനെ സെലക്ട് ചെയ്യുക. എല്ലാവരും ഓരോരോ ഐഡിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ട്രയാങ്കിൾസ് ഇല്ലാതെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ട്രയാങ്കിൾസ് ഈ ഷേപ്പ് അല്ല കേട്ടോ. ഒരാൾ പറയുന്നത് ഈ ചിത്രം ഇതാണോ ട്രയാങ്കിൾസ്, അല്ല. എഡ്ജസ് കണ്ടോ, 1 2 3 4 എഡ്ജ് വന്നു ഇവിടെ, 1 2 3 4. അപ്പോൾ ആ ട്രയാങ്കിൾസ് പോയി. എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ് നിങ്ങൾക്ക് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് തിക്നെസ് ചെയ്യാം. കണ്ടോ, ഈ ഒരു ഇത് ചെയ്യും. എനിക്ക് ഇതിന് കണക്കായിട്ട് മതി. അപ്പം ഞാൻ അതിന് കണക്ക് അധികം കൊടുക്കുന്നില്ല, അത് കറക്റ്റായിട്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഡിവിഷൻസ് ആഡ് ചെയ്യും. 2 ഈ 2 3 കൊടുക്കുമ്പോൾ സെഗ്മെൻറ്റ് എണ്ണത്തിനും കണക്കുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവിടെ 4 എഡ്ജ് ആയിട്ടുണ്ട്, നമ്മളിത് സ്മൂത്ത് ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒടിവും ചതവും എല്ലാം ഉണ്ട്. ആ ഷേപ്പെല്ലാം നമ്മൾ മാറ്റേണ്ടതാണ്. അത് മാറ്റുന്നത് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ചെയ്ത സമയത്ത് അങ്ങനെ വരുന്നത് എന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഈ ട്രയാങ്കിൾസ് ഇവിടെ തന്നെ കീപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടാവും. ഓക്കെ, ആ ട്രയാങ്കിൾസ് അവിടെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ പല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. ഞാനിപ്പം ഈ വെർട്ടെക്സിനെ നോക്കി, ഈ വെർട്ടെക്സിനും സെലക്ട് ചെയ്യുക. കണക്ട് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്, കണക്ട് കമ്പോണൻറ്റ്. അപ്പോൾ അവിടെ സെഗ്മെൻറ്റ് ആഡായി. കണ്ടോ, ഞാൻ ഒരു ഐഡിയയും കൂടി പറഞ്ഞുതരാം. പല രീതിയിലും ചെയ്യുക. ഷേപ്സ് നോക്കണമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു ഇതും കൂടി സെലക്ട് ചെയ്തു.
നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു സാധനം കൂടി പഠിക്കാനുണ്ട്. നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ടായി പോകുന്നൊരു അവസ്ഥയുണ്ട്. അത് നമുക്ക് പഠിക്കാനുണ്ട്. അത് ക്യാമറ ആംഗിളിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ കണക്ട് കമ്പോണൻറ്റ് കൊടുത്തു. ഓക്കെ, ഞാൻ ഈ എഡ്ജസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഡിലീറ്റ് എഡ്ജ്, അതായത് മെയിൻ എഡ്ജ് കണ്ടോ ഇങ്ങനെയുള്ള. അപ്പോൾ ഇത് 5 ആയില്ലേ ഇവിടെ. ഇവിടെ ഞാനൊരു ടെക്നിക്ക് ഉപയോഗിക്കാൻ നോക്കാം. ഇവിടുന്ന് എടുത്തിട്ട് ഇവിടത്തേക്ക് കൊടുത്തു. സോറി, ഇവിടുന്ന് എടുത്തിട്ട്, അതായത് ഇവിടുന്ന് എടുത്തിട്ട് നോക്കട്ടെ എങ്ങനെ പോവും. ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടത്തേക്ക് കൊടുക്കുക. അത് 4 അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ 4 എഡ്ജ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പ്രയാസം വരില്ല. നിങ്ങൾ കുറേ വർക്ക് ചെയ്യുമ്പോൾ ശരി കേട്ടോ. 4 എഡ്ജ് അത് നമ്മൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, ഇവിടത്തേക്ക് വന്നു. ഇവിടെ ഞാൻ സെൻട്രലിലേക്ക് ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഇവിടുന്ന് കൊടുത്തു. കാരണം 4 എഡ്ജ് ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തു. ഇവിടുന്ന് ഇവിടുത്തേക്ക് കണ്ടോ. 1 2 3 4 4 അല്ലേ? ഇത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇത് അതിൽ കൂട്ടരുതേ. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി പോകുന്നത്. അതാ ഇങ്ങനെ പോകുന്നത്. അത് കൂട്ടരുത്. ഇതാണ് മെയിൻ എഡ്ജ്. 1 കണ്ടോ, 1 2 3 4 4 വന്നിട്ടുണ്ട്. ഇതൊന്ന് സ്മൂത്ത് ചെയ്തേക്കാം. അതിൻ്റെ അപ്പുറം സൈഡ് ചെയ്തിട്ടില്ലേ, ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് നമ്മൾ ചെയ്യാനുണ്ട്. ഇവിടെ ഒരു പിടുത്തം വരാനുണ്ട്, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. ഇവിടെ അത് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടി. അതുകൊണ്ട് ഞാനിപ്പോൾ ആ പഴയ രീതിയിൽ തന്നെ പോവാം. ഞങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. പല രീതിയിലും ഇത് വർക്ക് ചെയ്യാമെന്നുള്ളത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് ഓർമ്മിച്ചെടുക്കാം. ഓക്കെ, വേറൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഇതിപ്പോൾ 5 എഡ്ജ് അല്ലേ ഉള്ളത്. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതിൽ ഇത് 4, ഇവിടെ 5 എഡ്ജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ഐഡിയ, ഇൻസെർട്ട് എഡ്ജ് എടുത്തു. ഞാനെന്താ ഇവിടെ വരച്ചു. സോറി, മറ്റേ മൾട്ടിക്കട്ടിലുള്ളത് മാറ്റണം കേട്ടോ. ഇവിടെ പോവാ, റീസെറ്റ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഇങ്ങനെയായിട്ട് ഓക്കെ. അത് ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ട് പറഞ്ഞാൽ ഓക്കെ, അവിടെ 5 എഡ്ജ് ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് കണക്റ്റ് ആവില്ല. ഇങ്ങനെ കൊടുത്തിട്ട് എന്നിട്ട് ഇതും കൂടി സെലക്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, കണക്റ്റ് കമ്പോണൻറ്റ്. ഇതും കൂടി സെലക്ട് ചെയ്തു, കണക്റ്റ് കമ്പോണൻറ്റ്. 2 തവണ കണക്റ്റ് കമ്പോണൻറ്റ് G പ്രസ് ചെയ്താൽ മതി. എല്ലാം ഒരുമിച്ച് ചെയ്യരുതേ. G പ്രസ് ചെയ്യും. കണ്ടോ, അത് അവിടെ മുട്ടിക്കണം. ഇനി നമ്മളൊന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെ ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അതൊക്കെ ഉണ്ടോ, ഈ സെഗ്മെൻറ്റ്സ് എല്ലാം ഫ്ലോ ഇല്ലാതെ കിടക്കാം. അപ്പോൾ അതെല്ലാം ചെയ്യണം. അത് കട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, കറക്റ്റ് ഫ്ലോ. എന്നിട്ട് ഒന്നും കൂടി നമ്മളിതിനെ സ്മൂത്ത് ചെയ്ത് കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഷേപ്പിൽ കൂടി ഒരു മാറ്റം വരുത്താം. ഇവിടെ സെഗ്മെൻറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെഗ്മെൻറ്റ് വരക്കാം ഇവിടെ. എങ്ങനെ, അവിടെ നമുക്ക് ലൂപ്പ് വരണമെന്നില്ല. അതുകൊണ്ട് മൾട്ടി കട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, മൾട്ടി കട്ട് ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ എഡ്ജ് ഫ്ലോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് മൾട്ടി കട്ട് എടുക്കാം. മൾട്ടി കട്ടിൻ്റെ ഓപ്ഷനിലാണ് എഡ്ജ് ഫ്ലോ വരുന്നില്ല. ഓഫ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. നമ്മളെന്ത് ചെയ്യും, ഇൻസേർട്ട് എഡ്ജിൽ പോവുക. ഇവിടെ ഇൻസേർട്ട് എഡ്ജ് വിത്ത് എഡ്ജ് ഫ്ലോയിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ കണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് വെക്കുക. കണ്ടോ, ആ ഒരു ഷേപ്പ് കീപ്പ് ചെയ്തിട്ട് തന്നെ വരും. കണ്ടോ, ഏതാണെന്ന് പഠിച്ചതെന്ന് മനസ്സിലായില്ലേ? ഇൻസേർട്ട് എഡ്ജ് ഓപ്ഷനിൽ നമ്മൾ ചെയ്യുന്നത് നോക്കിയേ. ഇൻസേർട്ട് എഡ്ജ് ഓപ്ഷനിൽ ഇവിടെ ഇൻസേർട്ട് എഡ്ജിൽ നമ്മൾ റിലേറ്റീവ് ഡിസ്റ്റൻസിൽ ഇൻസേർട്ട് വിത്ത് എഡ്ജ് ഫ്ലോ കണ്ടോ. അതാകുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിന് തന്നെ ഇൻസേർട്ട് നമ്മൾ സെഗ്മെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരും. കണ്ടോ, അല്ലെങ്കിൽ അവിടെ തന്നെ വരയായിട്ട് വരും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്പം ഞാൻ പറഞ്ഞുതരാം. ഒത്തിരി ഡൗട്ട് വരുന്ന സാധനമാണ്. കണ്ടോ, ഞാനിപ്പോൾ റീസെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇൻസെർട്ട് എഡ്ജ് വിത്ത് ഫ്ലോ കളഞ്ഞു. ഇതാ ഇവിടെ വരച്ചു. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് മാറ്റം വന്നോ? ഇല്ല. പക്ഷേ നേരത്തെ ഇൻസെർട്ട് എഡ്ജ് വിത്ത് ഫ്ലോ വരച്ചതിന് ശേഷം ഞാൻ വരക്കുമ്പോൾ കണ്ടോ ഫ്ലോ വരുന്നുണ്ടോ? ആ ഫ്ലോ കിട്ടുന്നില്ലേ? ആ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ,
അതിനിപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു സപ്പോർട്ടിങ് എഡ്ജ് വേണം. ബിവൽ എഡ്ജ് കൊടുക്കുക, ഫ്രാക്ഷൻ ചെയ്യുക, സെഗ്മെന്റ് ഒന്ന് ആഡ് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുക, ബിവൽ എഡ്ജ് കൊടുക്കുക, ഫ്രാക്ഷൻ ചെയ്യുക, സെഗ്മെന്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ സെഗ്മെന്റ് വേണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സെഗ്മെന്റ് അധികം വേണമ്പോൾ മൾട്ടി കട്ട് എടുക്കുക, മൾട്ടി എഡ്ജ് ലൂപ്പ് എടുക്കുക. നിങ്ങൾക്ക് 2 മതിയെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും വേണം 2. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ലൂപ്പ് ഇത് കൊടുക്കണ്ട കേട്ടോ, കാരണം ഇത് അതിൻ്റെ ഉള്ളിൽ പോകുന്ന ഭാഗം വെറുതെ ഇതിനെ ഫേസ് ഇട്ടിട്ട് എഡ്ജസ് കൂട്ടും നമ്മൾ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വെറുതെ ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം നമുക്കൊന്ന് കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ ഇത് നല്ല ഫിനിഷിങ്ങിൽ ആ സ്ക്രൂ എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്തൊന്നേ ഇല്ല. നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടത് അതുപോലെ നോക്കിയിട്ട് വേണം വർക്ക് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുപോലെ നോക്കി വേണം വർക്ക് ചെയ്യാൻ. അതിൻ്റെ ഷേപ്പ് ഒന്നും കൂടി ഒന്ന് ഇവിടെ നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു പിടുത്തം പോലെ വന്നിട്ടുണ്ട്. സ്ലൈഡ് എഡ്ജ് പഠിച്ചു നമ്മൾ. മൗസിന്റെ വീൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെയ്യും. നമ്മൾ 8 കൊടുത്തോണ്ടാട്ടാ ഈ താഴെയിൽ ഈ പിടുത്തം കാണുന്നു. കാരണം ഈ സ്ക്രൂ എല്ലാം അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കൂല. അങ്ങനെ നോക്കുന്നുണ്ടോ മാത്രം അങ്ങനെ സ്ക്രൂ ഡീറ്റെയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതും ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്തു. ഇനി എല്ലാം ഈ സ്ക്രൂ പിടിപ്പിക്കലാണ് നമ്മുടെ പണി. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്യട്ടെ. ഇതിനെ മോഡിഫൈ സെൻട്രൽ പ്യൂട്ട് ആയിരിക്കണം കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യണം. വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക. ഹിസ്റ്ററി വേണ്ട. ഉണ്ടോ, ഒന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ സെലക്ട് ചെയ്യുക. നോക്കിയേ, കൺട്രോൾ ഡി നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുക. ഇവിടെ പോകുക. ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. കൺട്രോൾ ഡി നേരെ താഴോട്ട് വെക്കുക. കണ്ടോ എന്നല്ലേ, ആ ഫിക്സായി. ഇനി നോക്കിയേ, ഇത് നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ തന്നെ ഇതും കൂടി സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നോക്കിയേ, ഇതിന്റെ സെന്റർ ഏതാണ്? ഡിയും അല്ലേ, ഡിയും എക്സും പ്രസ് ചെയ്തിട്ട് സെന്ററിലേക്ക് ആക്കാം. നോക്കിയേ, ഏതാണ്? സെറ്റ് ആക്സിസ് അല്ല, മൈനസ് വരും. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലി, അതായത് സെപ്പറേറ്റ് നിൽക്കുന്ന സാധനങ്ങളെല്ലാം ഇതിൽ മർജ് ഓപ്ഷനിൽ ചെയ്യരുത്. മർജ് പഠിക്കാൻ ആയിട്ടില്ല നമ്മൾ. മർജ് ഓപ്ഷനിൽ ചെയ്യരുത്. ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലി ഏതാണ്? സെറ്റ് എക്സ് വൈ സെറ്റ്. അപ്പോൾ ഇതിവിടെ അല്ല, ഇത് 1ന്റെ വാല്യൂ തന്നെ വരുന്നത്. നമുക്ക് വേണ്ട പറഞ്ഞാൽ സെറ്റ് ആണല്ല, എക്സ് വൈ സെറ്റ്. അപ്പോൾ ഇവിടെ -1 ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ. അപ്പോൾ അപ്പുറം വന്നു. കണ്ടോ, കറക്റ്റായിട്ട് അവിടെ വന്നു. ഗ്യാപ്പ് ഉണ്ടോ നോക്കണം കേട്ടോ. എല്ലാം ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. കണ്ടോ, ഇവിടെ ഇതിനൊന്നും ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഗ്യാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചാൽ കണ്ടോ. അപ്പോൾ ആ ഭാഗവും നമ്മൾ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ സ്ക്രൂ വേണം കേട്ടോ. ഇതിപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ ചെയ്ത്, എല്ലാ ഭാഗത്തും ഇതെല്ലാം സ്റ്റൈലുണ്ട് അവിടെ. ഇതിൻ്റെ ഒരു പഴയ ഒരു ബോക്സ് അല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വിൻറ്റേജ് സ്റ്റൈലിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൂടി എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ഞാനിപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിന് സെപ്പറേറ്റ് കിട്ടണം. എന്ത് ചെയ്യണം? ഇതിന് ഞാൻ മോഡിഫൈയിൽ പോയി സെൻറ്റർ പ്യൂട്ട് കൊടുത്തു. ഇതും കൂടി സെലക്ട് ചെയ്യുക കേട്ടോ. ഇതും കൂടി സെലക്ട് ചെയ്യുക. മോഡിഫൈയിൽ പോയി സെൻറ്റർ പ്യൂട്ട് കൊടുത്തു. ഇതിന് സെൻറ്റർ പ്യൂട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനെന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു. ഞാൻ ഇതിന് കൺട്രോൾ ഡി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്വല്പം ഒരു മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് 90 ഡിഗ്രി തിരിക്കാം. അങ്ങനെ നമ്മളെ റൊട്ടേറ്റ് ടൂൾ, ഈ ടൂൾ ബോക്സ് ഇവിടെ ഉണ്ട്. ഇവിടെ റൊട്ടേറ്റ് ടൂളാണ്, അറിയാമല്ലോ. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റെപ്പ് സ്നാപ്പ് എഴുതിയെടുത്തോ. സ്റ്റെപ്പ് സ്നാപ്പ് അതിൻ്റെ ഓപ്ഷനാണ് കേട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന കിട്ടുന്നത്. എന്തെങ്കിലും നമ്മളെ ടൂൾസിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്താൽ മതി. സ്റ്റെപ്പ് സ്നാപ്പിൽ റിലേറ്റീവ്ലി 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. കണ്ടോ, റൊട്ടേറ്റ് ചെയ്യുക. അതിനെന്ത് ചെയ്യുക? അവിടെ കറക്റ്റായിട്ട് അങ്ങ് കൊണ്ടുപോകുക. കറക്റ്റായിട്ട് അവിടെ കൊണ്ടുപോകും. ആയില്ലേ? അതും അവിടെ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ പോരെ. കൺട്രോൾ ഡി എടുക്കുക, ഇവിടെ കൊണ്ടുവെക്കുക. എല്ലായിടത്തും നോക്കണം കേട്ടോ, അളവ് കറക്റ്റാകുന്നു. അപ്പോൾ
കണ്ടോ, അതിനൊരു സ്റ്റൈൽ ഉണ്ടാവും. കണ്ടോ, നമ്മൾ നോക്കുമ്പോൾ നമ്മളിതിൽ സബ്സ്റ്റൻസ് പെയിൻറ്ററിലെല്ലാം ഇട്ടിട്ട് അങ്ങ് ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പഴയ സ്റ്റൈലിലേക്ക് അത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. നമ്മൾ പഠിച്ചത് തന്നെ കമ്പൈൻ. എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. ഒരു ടൂൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഡിയും എക്സും പ്രസ് ചെയ്യുക, ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവെക്കുക. ആക്സിസ് ഏതാണെന്ന് ഇതാണ് വരുന്നത്, നമ്മുടെ എക്സ് ആക്സിസാണ് വരുന്നത്. എഡിറ്റ് പോവുക, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എക്സ് -1 ആക്കുക, എൻ്റർ അടിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ. അപ്പോൾ എന്തായി, അവിടെയും വന്നു. കണ്ടോ, വന്നില്ലേ? കണ്ടോ, ഇതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടോ, നമ്മൾ നല്ല രസത്തിൽ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഫയലിൽ സേവ് ചെയ്യുക കേട്ടോ. ഇത് സേവ് ചെയ്യാതെ നിങ്ങൾ വർക്ക് ചെയ്ത് മൊത്തം അങ്ങ് സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യുക, സോഫ്റ്റ് ഹാർഡൻ എഡ്ജ്. ഒരിക്കലും സ്മൂത്ത് ചെയ്യരുത്. സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹിസ്റ്ററി ഡിലീറ്റ് ആക്കിയാൽ പിന്നെ നിങ്ങൾ എടുത്ത് കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ചുകൂടി ഉള്ളത് ഇതെല്ലാം ആക്കി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന് ഒരു എന്താ ചെയ്യേണ്ടത്, ഇതിന് നമുക്ക് അതിൻ്റെ ഇത് വേണം അല്ലേ, ഈ ഒരു സാധനം വേണം. എന്നാൽ ഇതിനെ പറയാൻ എനിക്കറിയില്ല. ഈ ലോക്ക് ചെയ്യുന്ന ഭാഗം, ആ ലോക്ക് ചെയ്യുന്ന ഭാഗം നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ മതി. ഓക്കെ, ഇത് സേവ് ചെയ്യുക. ഫയൽ എപ്പോഴും നഷ്ടപ്പെടാതെ സേവ് ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്യുക. ചെയ്തതിന് ശേഷം ഓക്കെ, ഇതൊന്നും സ്മൂത്തിലല്ല എന്ന് നോക്കണം കേട്ടോ. ഇതൊന്നും സ്മൂത്തിലല്ല. നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ പോവാ. ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആണല്ലേ, അത് ഓർമ്മയുണ്ടാവണേ, സെപ്പറേറ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പ്ലെയിനിൽ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് നീളത്തിൽ ഇവിടം വരെ ഒന്ന് വരച്ചു വെച്ചു. ഇതിൻ്റെ സെൻറ്റർ എടുക്കണം അല്ലേ, സെൻറ്റർ സബ്ഡിവിഷൻ ഹൈറ്റ്, വിഡ്ത്ത്, അതുപോലെ സബ്ഡിവിഷൻ ഹൈറ്റ് ഒരു 4 ഞാൻ കൊടുത്തിട്ടുണ്ട്. 4 or 6 കൊടുക്കട്ടെ, എനിക്കൊരു ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി 4 കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇതിൻ്റെ വെർട്ടെക്സ് ഇതിനെ എടുത്തിട്ട് ഞാൻ നല്ല താഴോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാനൊന്ന് സ്കെയിൽ ചെയ്തിട്ട് ഇതിനെ കുറച്ചൊന്ന് ഇങ്ങനെ വലുതാക്കിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഷേപ്പിലേക്ക്. അത് അതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, അതെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോകണം. സേവ് ചെയ്യുക. അപ്പം മോഡലിംഗ് ഏകദേശം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ സിമ്പിളാണ്, പക്ഷെ നിങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത് സിമ്പിളൊന്നുമല്ല, അത് വിചാരിക്കേണ്ട. ഇതിൽ ഹാർഡ് സർഫസ് മോഡലിംഗ് ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടാവും. ഓക്കെ, ദയവായി ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഇത് കുറച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നൊരു ചാനലല്ലേ, അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കുറേ ചാനലില്ലേ ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് പുതിയ പുതിയ സംഭവങ്ങളെല്ലാം കൊണ്ടുവരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇനി ചെറിയൊരു ബെൻഡ് കൊടുക്കണം കേട്ടോ. അത് ലാസ്റ്റ് ചെയ്യാമെങ്കിൽ ബെൻഡെല്ലാം ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ലോക്ക് ഇടേണ്ട ഒരു ഹോള് വേണ്ടേ, ആ ഹോൾ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. ആ ഹോൾ ഉണ്ടാക്കിയെടുക്കണം. നോക്കിയേ, എനിക്ക് എവിടുന്നാണ് വേണ്ടതാ, ഇവിടുന്ന് ഞാൻ ഇവിടെ ഒരു ഇത് കൊടുക്കാനാവും. ഒരു മൾട്ടി കട്ട് വെച്ചിട്ട് ഇവിടെ ഒരു സെഗ്മെന്റ് ആഡ് ചെയ്യാം. ഇത് സെഗ്മെന്റ് ഫ്ലോ ആണ്, ഞാനത് കളഞ്ഞുകൂടാ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഞങ്ങൾക്ക് അത് ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ, ഞാൻ ഇവിടുന്ന് ഈ എഡ്ജിന് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഈ ഒരു എഡ്ജിന് ഇവിടെ വരെ സെലക്ട് ചെയ്തു, ബിവൽ എഡ്ജ് കൊടുത്തു. കണ്ടോ, ആ ഹോൾ ഉണ്ടാക്കിയെടുക്കാനാണ് പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഇല്ലു ആ ഹോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഹോൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എത്രയാണോ അതിൻ്റെ ഹോൾസ് വരുന്നത്, ഫ്രാക്ഷൻ അതിന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിവിടെ സെഗ്മെന്റ് 1 കൊടുത്തിട്ടുണ്ട്. 1 കൊടുത്തിട്ട് ഇവിടെ നമുക്ക് വേണ്ട സെഗ്മെന്റ് 1 കൊടുക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. കണ്ടോ, ഡിലീറ്റ് ചെയ്തില്ലേ, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും ഭാഗങ്ങൾ വേണ്ട, മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഈ ലോക്ക് ഇത്രയും വലിയൊരു ലോക്കാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ലോക്കിനൊരു വിജാഗിരി പോലൊരു സാധനം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് താഴോട്ടാക്കാം. കാരണം ഇതൊരു കറക്റ്റായിട്ട് ഉണ്ടാവണം. കാരണം മുകളിലൊരു സെഗ്മെന്റ് കൂടി വരേണ്ടതാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 5 എഡ്ജാണ്. ഈ ഫേസിൽ എത്ര എഡ്ജ് വരുന്നത്, 1 2 3 4 5 വരാവുമോ, 4 ഉണ്ടാവും. അപ്പം 4 വരേണ്ട അടുത്ത് 5 വന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മളത് ചെയ്യും, ഇവിടെ നമ്മൾ ഇതിന് സപ്പോർട്ടിങ് എഡ്ജ് ആദ്യം കൊടുക്കുക. അല്ലെങ്കിൽ ഇത് വരക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. സപ്പോർട്ടിങ് എഡ്ജ് വേണ്ട എല്ലാത്തിനും.
ഡബിൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ എക്സ്ട്രൂഡ് ചെയ്യുക, എക്സ്ട്രൂഡ് എഡ്ജ്. തിക്നെസ് കൊടുക്കരുത്, ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഓഫ്സെറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയേ, ഞാൻ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് കൊടുത്തു, ജസ്റ്റ് ഒന്ന് ഇതാ ഈ ടൂൾ ഒന്ന് ഉപയോഗിച്ചാൽ മൂവ് ടൂൾ കണ്ടോ, സെറ്റ് ആക്സിസ്, സോറി സെറ്റ് ആക്സിസ് അല്ല, ഏത് ആക്സിസ് വരുന്നത്, സെറ്റ് അല്ല, വൈ ആണ്, വൈ ആക്സിസ്, വൈ ആക്സിസ്. വൈ ആക്സിസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. വൈ ആക്സിസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് തീർന്നു വിരിക്കരുത്. ഇപ്പം ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച ടൂളിൽ അതുകൊണ്ട് ഐസോലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ 3 എണ്ണം ഞാൻ സെലക്ട് ചെയ്തു, സ്കെയിൽ ചെയ്തു ഉണ്ടോ. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോ നമ്മൾ പോവാതെ വേണം വർക്ക് ചെയ്യാൻ കണ്ടോ. ഈ ഫ്ലോ ഒന്നും പോകരുത്. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലിംഗ് ആർട്ടിസ്റ്റ് സംബന്ധിച്ച് ഫ്ലോ, സെഗ്മെന്റ് ഫ്ലോ പോവാതെ വർക്ക് ചെയ്യും. കേട്ടോ. അപ്പോൾ സപ്പോർട്ടിങ് എഡ്ജസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് നോക്കണം കേട്ടോ, വലിച്ച് നമ്മളെല്ലാം ലെവൽ സ്കെയിൽ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഇതും കൂടി വേണം. അതിൻ്റെ മുമ്പേ നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 4 എഡ്ജ് ആക്കി മാറ്റാത് കേട്ടോ. ഇപ്പോൾ 4 ആയില്ലേ, 1 2 3, എവിടെ 4 ആയി, 4 ആയിട്ടില്ല. അങ്ങനെയല്ല വരുന്നത്, ഇങ്ങനെ വരുന്നത് അല്ലേ. ബാക്ക് സ്പേസ് ഇവിടുന്ന് ഇങ്ങനെ, അങ്ങനെയും വരില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അങ്ങനെ വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ നോക്കിയേ, ഇങ്ങോട്ട് കൊടുത്തൂടെ, ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടത്തേക്ക് കൊടുക്കുക, ഇവിടെ കൊടുക്കുക. 4 ഇപ്പോൾ 4 ആയില്ലേ, 4 ആയി, 4 എഡ്ജ് ആയില്ലേ, എല്ലാം 4 ആയി. അപ്പോൾ ഇവിടെയോ, ഇവിടെയും 4 ആക്കണം. എങ്ങനെ 4 ആക്കും, ഇതിപ്പോൾ നോക്കി എത്ര ഇല്ലേ, 1 2 1 2. അപ്പോൾ ഇത് ഇവിടുന്ന് നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് കൊടുത്താൽ മതി. ഫ്ലോ കറക്റ്റായിരിക്കണേ, ഇങ്ങനെ കൊടുക്കരുത്, അത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അതല്ല ആയി കണ്ടോ, ഇവിടെ. അപ്പോൾ ഈ നടുത്ത് മാത്രമേ വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ സപ്പോർട്ടിങ് എഡ്ജ് വേണം, മനസ്സിലായില്ലേ, ഇതിൽ സപ്പോർട്ടിങ് എഡ്ജ് വേണം. അതായത് ഇവിടെ നമുക്ക് 2 രീതിയിൽ സപ്പോർട്ടിങ് എഡ്ജ് കൊടുക്കുക. അതാ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നത്, ഫയൽ സേവ് ചെയ്തിട്ട് ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇതിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യുക കണ്ടോ. ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് സപ്പോർട്ടിങ് എഡ്ജ് ഉള്ളിൽ കൊടുക്കും. ഫ്ലോ കറക്റ്റ് ആവണമെന്നായിരുന്നു ഇങ്ങനെയും കൊടുക്കുക. ഇല്ലെങ്കിൽ ഇല്ലൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരക്കേണ്ടി വരും സപ്പോർട്ടിങ് എഡ്ജ്. എങ്ങനെ നോക്കിയേ, മൾട്ടി കട്ട് വെച്ച് ഇതാ ഇവിടെ ഒന്ന് കൊടുത്തു, ഇവിടെ ഒന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അയ്യോ ട്രയാങ്കിൾ ഒന്നുമില്ല സാറേ ഉണ്ടോ, ഇങ്ങനെ വന്നു ഉണ്ടോ. ഇത് കുറച്ച് പണിയില്ലതാണ്, വരച്ച് ചെയ്യണം. ഇതാ പുറത്തേക്ക് കൂടി ഞാൻ ചെയ്യാം. നോക്കിയേ, ഞാൻ ചെയ്യുന്നത് നോക്കിയേ, ഇതാ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇതാ ഇവിടെ ട്രയാങ്കിൾ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, നേരെ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു ഉണ്ടോ, എൻ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ വരുന്ന ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണോ അറിയാം, ഈ ട്രയാങ്കിൾ കളയണമെന്ന് ഒരു വഴി പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ക്രോസ് എഡ്ജ് കൊടുക്കും, എൻ്റർ അടിക്കും. ഇവിടുന്ന് ഒരു ക്രോസ് എഡ്ജ് ഇങ്ങനെ കൊടുക്കും. ആവുന്നുണ്ടോ നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഉള്ളിൽ തന്നെ ചെയ്യേണ്ടി വരും. ഇതെന്ത് ചെയ്യുക, ഇതും ഒന്ന് കളയാം. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എഡ്ജസ് ബുദ്ധിമുട്ടാവും ട്രയാങ്കിൾസ് വരുമ്പോൾ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതും കളയാം. നോക്കട്ടെ, ഇത് ഇവിടെ കൊടുത്താൽ പോരെ. ഓക്കെ, ഇപ്പോൾ കറക്റ്റ്. മൾട്ടി കട്ട് എടുത്തിട്ട് ഇതാ, മൾട്ടി കട്ടല്ല, ഇതൊരു ടാർഗറ്റ് വെൽഡ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഇത് കണ്ടോ, ഇത് 5 അല്ലേ, അപ്പോൾ ഇതിലേക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് വെൽഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്ന എല്ലാത്തിനും ഷിഫ്റ്റ് തന്നെ ടാർഗറ്റ് വെൽഡ്. അടുത്തിട്ട് ഈ പെറ്റക്ഷൻ എടുത്തിട്ട് ഇവിടെ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കണ്ടോ, ക്ലിക്ക് ചെയ്തോ, അങ്ങോട്ട് പോയില്ലേ, 4 ആയില്ലേ, ഇപ്പോൾ അല്ല 4 ആണ്. അതിൻ്റെ ഉള്ളിൽ സപ്പോർട്ടിങ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതും അതുപോലെ ചെയ്യണം. നോക്കിയേ എങ്ങനെ ചെയ്യും, മൾട്ടി കട്ട് എടുക്കുക, ഇതാ ഇവിടുന്ന് തെറ്റിയാൽ പോട്ടെ, നിങ്ങൾ തെറ്റെന്ന് വിചാരിക്കരുത്. എൻ്റർ അടിക്കുക, ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുക്കുക. നോക്കിയേ, എഡ്ജസ് എടുക്കുക, ഇതും അങ്ങ് കളയാം, ഡിലീറ്റ് എഡ്ജസ്. ഓക്കെ, അതുപോലെ ഇതും അങ്ങ് കളയാം, ഡിലീറ്റ് എഡ്ജസ്. അങ്ങനെയാണ് രണ്ടും കൂടി വന്നു. ഇത് 5 എഡ്ജ് വരുന്നുണ്ട്. ടാർഗറ്റ് വെൽഡ് എടുക്കുക, ഇവനെ എടുത്തിട്ട് ഇവിടെ കൊടുക്കുക, ഇതിനെ എടുത്തിട്ട് ഇവിടെ കൊടുക്കുക, ഇതിനെ എടുത്തിട്ട് ഇവിടെ കൊടുക്കുക, ഇതിനെടുത്ത് അല്ല 4 ആയില്ലേ.
4 ആയില്ലേ? ഇങ്ങനെയല്ലേ ഉണ്ടായിരുന്നു, കണ്ടോ? അത് 5 ആകുന്നത്, ഇതിനെ പിടിച്ചിട്ട് ഞാൻ 5 ആക്കി, 4 ആക്കി. അപ്പോൾ അതും നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. സപ്പോർട്ടിങ് എഡ്ജും നമുക്ക് ലെവലായിട്ടുണ്ട്. നമ്മളെല്ലാം ക്ലിയർ ചെയ്യണം. ഇവിടെ ഇല്ല വെർട്ടെക്സിനുള്ളൊന്ന് ലെവൽ ചെയ്യണം. അനിമേഷൻ ആയാൽ നമ്മൾ ഗ്രാഫ് എഡിറ്റർ ചെക്ക് ചെയ്യണം. ടെക്സ്ചറിങ് ആയാൽ UV മാപ്പ് ചെക്ക് ചെയ്യണം. എല്ലാം നമ്മൾ ചെയ്യണം. അപ്പം ഇതെല്ലാം കട്ട് ചെയ്യാം. കണ്ടോ? അപ്പം ഏകദേശം നമ്മളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു സപ്പോർട്ടിങ് ഒരു സെഗ്മെന്റ് നമുക്ക് ഇങ്ങനെ കൊടുക്കണം, വരക്കണം കേട്ടോ. അങ്ങോട്ടേക്ക് കൊടുക്കാൻ വേണ്ട. നമ്മൾ ആവശ്യത്തിന് മാത്രമുള്ള സെഗ്മെന്റ്സുകളെല്ലാം മതി. വളരെ ഇങ്ങനെ കാണാൻ അങ്ങ് കുറേ കൊണ്ടിട്ട് വരണ്ട. ടെക്സ്ചറിങ്ങിന് ആവശ്യത്തിലുള്ള സെഗ്മെന്റ്സുകളെല്ലാം മതി. ഒരു മോഡൽ ആവശ്യത്തിൻ്റെ സെഗ്മെന്റ്സുകൾ എഡ്ജസ്റ്റുകൾ മാത്രം മതി. സെഗ്മെന്റ് എഡ്ജെല്ലാം ഒന്നാണ് ഞാൻ പറയുമ്പോൾ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് സേവ് ചെയ്യേണ്ട ചടങ്ങാണ്. എല്ലാത്തിലും മെയിൻ സാധനം സേവ് ചെയ്യേണ്ട ചടങ്ങ്. ഓക്കെ, എന്നിട്ട് ഇത് കുറച്ചൊന്ന് നമുക്കൊന്ന് ചെരിച്ചു വെക്കാം. ഇങ്ങനെ 90 ഡിഗ്രി ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. ഇത് ഓഫ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. ഇവിടെ റൊട്ടേറ്റ് ഉള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. റീസെറ്റ് ചെയ്യുക. നമ്മളിവിടെ ഒരു സ്റ്റെപ്പ് സ്നാപ്പ് ഓൺ ചെയ്യും. ഓക്കെ, കുറച്ചൊന്ന് പൊതിച്ചു നോക്കാം. ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം. ഞാൻ ഇത് കുറച്ചിങ്ങനെ ഒന്ന് പൊതിച്ചു വെക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഒരു സ്റ്റൈല് നിങ്ങൾക്ക് എങ്ങനെയാണെന്നോ ക്രിയേറ്റിവിറ്റി. പക്ഷെ അവർ തരുന്ന സ്റ്റുഡിയോയിലാണെങ്കിൽ നിങ്ങളത് പോർട്ട്ഫോളിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റൈൽ ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് തടയുന്നില്ല ഞാൻ എൻ്റെ ഒരു ചിത്രത്തിൽ. ഓക്കെ, ഇത് മാത്രം ഞാൻ എടുത്തു. ഇതിനെ ഒന്ന് മുകളിലോട്ട് ആഡ് ചെയ്ത് നോക്കുക. അത് കറക്റ്റായിട്ട് ഇവിടെ വെക്കുന്നു. കണ്ടോ? ഇത് പൂർണ്ണമായിട്ട് അടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് കയറ്റി പോകുന്നതല്ലേ നല്ലത്. ഇത് ഇങ്ങോളം വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൾട്ടി കട്ട് എടുത്തിട്ട് നോക്കിയേ, ഇയാളെ എടുത്തിട്ട് ഈ മൾട്ടി കട്ട് എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യണേ. ഞാൻ അവിടെ കൊണ്ടുപോയി ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയി ഇവനെ ഇവിടത്തെ കൊടുക്കും. ഇവിടുന്ന് ഇവനെ കൊണ്ടുപോയി ഇവിടെ കൊടുക്കും. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മോഡലിങ് ഈ എപ്പിസോഡ് തന്നെ കുറേ തവണ കാണാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ഡിലീറ്റ് എഡ്ജ് കണ്ടോ? അപ്പം മുകളിലോട്ട് കയറ്റി കൊടുത്തില്ലേ? മുകളിലോട്ടായി അല്ലേ? മുകളിലോട്ടായി. ചെറിയൊരു ഒടിവുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഒടിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സപ്പോർട്ടിങ് എഡ്ജിൻ്റെ ആവശ്യം ഉണ്ട്. കാരണം എവിടെയാണെന്ന് ഞാൻ ഒടിവ് കൊടുത്തത് ആ വെർട്ടെക്സിനെ നമുക്ക് കണ്ടുപിടിക്കാം. അതാ ഈ വെർട്ടെക്സ്. അപ്പോൾ അവിടെ സപ്പോർട്ടിങ് എഡ്ജ് കൊടുക്കണം. എന്ത് ചെയ്യണം? ബിവൽ എഡ്ജ് സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ബിവൽ എഡ്ജ്. അവിടെ ഹോൾ ചെയ്യണം, ഹോൾ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് വെച്ച് പ്രസ് ചെയ്തു. ഞാൻ ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യുന്നു. എക്സ്ട്രൂഡ് ഈ സെറ്റ് എക്സിൽ നിന്ന് മൂവ് ചെയ്താൽ നിങ്ങൾ അവിടെ തന്നെ പോയി തിക്നെസ് കൂട്ടണമെന്നില്ല. എല്ലാത്തിനും കണ്ടോ? അവിടെ പോയി കണ്ടോ? ഇത് സ്മൂത്ത് ചെയ്ത് നോക്കിയേ. പക്ഷെ അത് ഒരു സുഖമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഒടിക്കേണ്ടതൊന്നും ശരിക്കും ഒന്നും ഒടിച്ചു വെക്കാം. അത് നല്ലത്. ഇവിടെ ഈ ഫ്രാക്ഷൻ ചെയ്ത് ഞാൻ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നോക്കുന്നു. ഓക്കെ, വീണ്ടും ഞാൻ ഇതിന് സപ്പോർട്ടിങ് എഡ്ജ് ഞാൻ ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാനാണ് പോകുന്നത്. എക്സ്ട്രൂഡ് പുറത്തേക്ക് വെച്ചു. ഇവിടെ എനിക്കൊരു കട്ടിങ് ആണ് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു ഐഡിയ ഇവിടെ ഒരു ഇതുപോലെ ഇതിനെ എക്സ്ട്രൂഡ് ചെയ്തു. ഇതിനെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യും. തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ പോയി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പ്രശ്നമാവും. ഫയൽ സേവ് ചെയ്യണം. ഇവിടെ പോയി ഇതിൻ്റെ എഡ്ജസ് ഒന്ന് ബിവൽ ചെയ്യും. ഒരു പിടുത്തം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനൊരു ഒരു ഒരു സുഖമില്ല കാണാൻ. അപ്പോൾ ഇതിനൊരു തിക്നെസ് കൊടുക്കണം, ഒരു ഇത് കൊടുക്കണം, സപ്പോർട്ടിങ് എഡ്ജ് കൊടുക്കണം. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ടിങ് എഡ്ജ് ചെയ്യുക. ഇത് ഓഫ് ചെയ്യണം കേട്ടോ. നമ്മളെ ഇത് ചെയ്തിരിക്കുന്നത് ഓഫ് ചെയ്യണം. റീസെറ്റ് ചെയ്താൽ മതി. ഇവിടെ ഒന്ന് തിക്നെസ് പിടിക്കണം. സപ്പോർട്ടിങ് എഡ്ജ് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചത് നമ്മൾ. അപ്പോൾ അത് മറക്കരുത്.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം സപ്പോർട്ടിങ് എഡ്ജ്. മോഡലിംഗ് ലൂപ്പ് നമുക്ക് സപ്പോർട്ടിങ് എഡ്ജ് എവിടെ വേണ്ട അവിടെ എല്ലാം ലൂപ്പ് വരണം കേട്ടോ. ലൂപ്പ് എവിടെ ഒഴിവാക്കേണ്ടത് അവിടെ ലൂപ്പ് ഇടരുത്. അത് പറഞ്ഞു തരാം ലൂപ്പ് എന്താണെന്ന് നല്ലത്. ഇൻസെർട്ട് എഡ്ജും മൾട്ടി കട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മൾട്ടി കട്ട് നമുക്ക് ലൂപ്പില്ലാതെ വരക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ ഞാനൊരു സെഗ്മെന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? ഇപ്പൊ നേരത്തെ ഉടഞ്ഞ പോലെ ഫീൽ ഇതിലില്ല. കണ്ടോ? ഉണ്ടോ? ഇല്ല. കുറച്ചും കൂടി ഒന്ന് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് കേട്ടോ. ലോക്ക് അത് ബോറായിരിക്കും അല്ലേ, അപ്പോൾ അത് വേണ്ട, അങ്ങനെ ആക്കണ്ട. അങ്ങനെയാണ് നമുക്ക് ഇതൊന്ന് വിളിച്ചാലോ. ഇത് മതി. ഇത് ഏകദേശം അത് ഒടിഞ്ഞ് വളഞ്ഞ് ഉള്ളത് ഒരിതുപോലെ ഉണ്ട്. അങ്ങനെ മതി എന്ന് എൻ്റെ ഒരു തോന്നൽ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ ഏകദേശം ഇത് ഭയങ്കര വലുപ്പം കൂടിയ ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. സ്കെയിൽ ചെയ്യാം, കുറച്ച് ഒന്ന് സ്കെയിൽ ചെയ്യാം. 0 വാല്യൂയിൽ ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് അവിടെ കറക്റ്റായിട്ടൊന്ന് കൊള്ളിച്ച് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇത്ര ചെയ്തു. ഏകദേശം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് വന്നു കേട്ടോ. ഫയൽ സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി വേണ്ടത് പറഞ്ഞാൽ ഇവിടെ ഇല്ല, ഇത് രണ്ടെണ്ണം ഇവിടെ കൊണ്ടിടാവും. നമ്മൾ വെറുതെ അവിടെ കിടക്കണ്ടേ, അതിനെടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. മോഡിഫൈ പോയി സെൻറ്റർ പോയിട്ട് കൊടുക്കുക. സെപ്പറേറ്റ് ചെയ്ത് എപ്പോഴും മോഡിഫൈ പോയി സെൻറ്റർ പോയിട്ട് കൊടുക്കാൻ ഓർമ്മയുണ്ടാണോ? കൺട്രോൾ ഡി പ്രസ് ചെയ്തു. ഇതിനെ എടുത്തിട്ട് ഞാൻ ഫ്രണ്ടിൽ പോയി ഇവിടെ രണ്ടെണ്ണം നിൽക്കട്ടെ അല്ലേ, ഒരു ഭംഗി നിൽക്കട്ടെ. രണ്ടെണ്ണം നോട്ടെ, ഭംഗിയല്ല. ടോപ്പ് പോയി കൺട്രോൾ ഡി പ്രസ് ചെയ്തു. ഞാനിവിടെ ഒന്നും കൂടി ഇട്ടിട്ടുണ്ട്. കണ്ടോ ലുക്കായില്ലേ? ലുക്കായി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ലുക്കായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ഇത് വേണമല്ലേ, നമ്മൾ ഒന്നും കൂടി പഠിച്ചിരുന്നത്. സേവ് ചെയ്യട്ടെ. ഫയൽ സേവ്, എപ്പോഴും ഫയൽ ഇൻക്രിമെൻറ്റ് സേവ് ചെയ്യണേ. ഞാനിവിടെ ഒന്നിൽ നിന്ന് കുത്തി ചെയ്യുന്നത്. ഞാനിത് പറയുമ്പോൾ ഈ ഫയൽ ഡിലീറ്റ് ചെയ്ത് കളയും, അതുകൊണ്ടാണ് പറഞ്ഞത്. നോക്കിയേ, ഇനി വേണ്ടത് നമുക്ക് ഇത് വേണമല്ലേ, ഏതാ ഈ ഒരു സാധനം. ഓക്കെ, അത് ചെയ്യും. സൈഡ് വ്യൂവിൽ പോവാ, ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. ഏകദേശം ടോറസ് വേണം ഉപയോഗിക്കാൻ കേട്ടോ. ടോറസ് നല്ലൊരു. അപ്പോൾ ടോറസിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എത്രയാണ് വേണ്ടത് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾ ടോറസിൽ. മനസ്സിലല്ലേ? ഒന്നുകൂടി വരക്കാം. ടോറസ് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഇതാ ഇങ്ങനെ വരക്കാം. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? എത്ര വലുത് വേണോ അത്ര വലുത്, ചെറുത് ഞാനിത് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് കൂട്ടാം എത്ര വേണമെന്നില്ല. അതിൻ്റെ റേഡിയസ്, അതിൻ്റെ സെക്ഷൻ റേഡിയസ് കൂട്ടാം. കുറച്ച് വേണമെങ്കിൽ വലുതാണെങ്കിൽ കൂട്ടാം. മനസ്സിലായില്ലേ? ഏകദേശം എത്ര വേണ്ടത് പറഞ്ഞാൽ ഇവിടുന്ന് കട്ട് ചെയ്തിടുക. ഇവിടുന്ന് കട്ട് ചെയ്യുക. ടോറസിനും ഒരു കണക്കുണ്ട്, ഞാൻ പറഞ്ഞു, ഒരു കണക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഞാനിപ്പോൾ ഇത് ഏകദേശം ഇത്ര മതിയാണത്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ പോർഷൻ നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പോർഷൻ ഞാൻ എന്ത് ചെയ്യും? സ്കെയിൽ ചെയ്യും. ഈ ഒരു പോർഷനും ഈ ഒരു പോർഷൻ ഓക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഡീറ്റെയിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾ എത്രത്തോളം ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. ഡീറ്റെയിൽ ചെയ്യുന്നതെല്ലാം നിങ്ങളെ ഒരു ഇതുപോലെ ഇരിക്കും. ഞാനിപ്പം അതിപ്പോൾ ഈ ഒരു എപ്പിസോഡ് പറഞ്ഞാൽ നമുക്ക് അത്രയും സമയമില്ലൂ. ആ എപ്പിസോഡിൽ ഞാൻ കാണിക്കേണ്ടതെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എത്രത്തോളം ഡീറ്റെയിൽ ചെയ്ത് ചെയ്ത് കാണിക്കുന്നു അത്രയും നല്ല. ഞാൻ ഇത് മൊത്തം സെലക്ട് ചെയ്തു. സോഫ്റ്റ് ഹാർഡ്നെസ് സേവ് ചെയ്തിട്ടുണ്ട്. ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ ഒരു ഇതും കൂടി അതിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ.
പറഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൺട്രോൾ ഡി പ്രസ് ചെയ്തു, ഇതാ ഇവിടെ കൊടുത്തു, ഇനി ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യാം. കണ്ടോ ഇവിടെ പോയി ആയിട്ടില്ല, ഒന്ന് നോക്കട്ടെ. കൺട്രോൾ ഡി പ്രസ് ചെയ്യുക, അത് നോക്കട്ടെ. കൺട്രോൾ ഡി പ്രസ് ചെയ്തു, ഒന്ന് മൂവ് ചെയ്ത് വെച്ചു, ഷിഫ്റ്റ് ഡി. കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു മെത്തേഡില്ലേ നല്ല രസമുണ്ടാവും. ഈ ഒരു ബോക്സ് കാണാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ ഷൂവിൻ്റെ ആ സ്റ്റിച്ചെല്ലാം പോലെ കാണാൻ രസമുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, ഒരു ഐഡിയയും കൂടി പറഞ്ഞുതരാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറേ കോപ്പി ഉണ്ട് കേട്ടോ, ഞാൻ ചെയ്തപ്പോൾ കുറേ കോപ്പി വന്നു. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ. ഓക്കെ, ഇതിനെന്ത് ചെയ്യണം എന്ന് പറയാം, ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പുറം കൂടി ഉള്ളത് കോപ്പി ചെയ്തെടുക്കുക. കൺട്രോൾ ഡി പ്രസ് ചെയ്യുക, സോറി ഡി അല്ല, നമ്മുടെ ഡിയും എക്സും പ്രസ് ചെയ്തിട്ട് ഇതിനൊന്ന് സെൻറ്ററിലേക്ക് സ്നാപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ. എന്നിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നല്ലോ, എഡിറ്റ് പോയി ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ ഏതാ വരുന്നത്, സെഡ് അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ വരുന്നത് സെഡ് ആക്സിസ്. അപ്പോൾ സെഡ് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതും കൂടി സെലക്ട് ചെയ്യുക. ഇത് കുറച്ച് അടുപ്പിക്കണം കേട്ടോ, അത് കുറേ ദൂരമാണ് കാണുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണേ. ഇതും കുറച്ച് അടുപ്പിച്ച് വെക്കുക. ഇതും കൂടി ഒന്ന് ലെവൽ ചെയ്യുക. രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ ഇതിനെ കൺട്രോൾ ഡി പ്രസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെക്കുക, ഷിഫ്റ്റ് ഡി. അപ്പോൾ അതങ്ങനെ മൂവ് ചെയ്ത് പോകും. മനസ്സിലായില്ലേ? ഇവിടെ വേണ്ട, ഞാനിതിപ്പോൾ കുറച്ചും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഞാനിത് കൺട്രോൾ ഡി പ്രസ് ചെയ്തു, ഒന്ന് മൂവ് ചെയ്ത് വെച്ചു, ഒരു ഗ്യാപ്പ്, ഈ ഗ്യാപ്പിനെ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തു, സോറി ഈടാ ഇത് കുറേ ഉണ്ടല്ലോ, ഒരു മിനിറ്റ്. ഏകദേശം ഇത് വെച്ചു. കൺട്രോൾ ഡി പ്രസ് ചെയ്തു, ഇവിടെ വെച്ചു, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തു. കണ്ടോ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ. മനസ്സിലായില്ലേ? കണ്ടോ, മടി തോന്നരുത് കേട്ടോ വർക്ക് ചെയ്യുന്ന സമയത്ത്. അയ്യോ ഇതെല്ലാം ചെയ്യണമല്ലോ, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർ ദയവ് ചെയ്തിട്ട് ഈ കോഴ്സ് പഠിക്കരുത്. മടി ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു കോഴ്സിലേക്ക് ഇത് നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണ്ട. കാരണം ഇത് നിങ്ങളും പഠിച്ചിട്ട് ഒന്നും ആവാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? എനിക്ക് ഇതിൽ കാര്യമില്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ലല്ലോ വർക്ക് ചെയ്തിട്ട്. അപ്പോൾ കണ്ടോ ആ പഴയ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ എല്ലാം സാധനം ചെയ്യുന്നു. പഴയ നമ്മളെ ഇന്നാണെങ്കിൽ ഇങ്ങനെയൊന്നും സാധനമില്ല. കണ്ടോ ആ ബാക്ക് സൈഡ് മുൻ സൈഡിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ ഉള്ളത് ഇത് മാത്രം സെലക്ട് ചെയ്യുക. ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നോക്കിയേ, ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ മാത്രം സെലക്ട് ചെയ്യുക. മോഡിഫൈ പോയിട്ട് സെൻറ്റർ പോയിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ താഴോട്ട് കൊടുക്കുക. കണ്ടോ ഇങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾ എന്തൊക്കെ ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഐഡിയയിൽ അങ്ങനെ പറഞ്ഞൊന്നും ഇല്ല. ഈ സ്ക്രൂ അതിന് കണക്കായിട്ട് ചെറുതാക്കുക. ഓക്കെ, അതിന് കണക്കായി ചെറുതാക്കി വെക്കുക. അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ ഈ ഒരു പാത്തിൽ തന്നെ എടുത്തു വെക്കാം. ഞാൻ അതിനെ കൺട്രോൾ ഡി പ്രസ് ചെയ്തിട്ടുണ്ട്. രണ്ടിനും ഒരു ലെവലിലാക്കിയിട്ടുണ്ട്. ഈ രണ്ടിനും ഞാൻ സെലക്ട് ചെയ്തു. പറഞ്ഞല്ലോ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്യുക. ഡിയും വിയും പ്രസ് ചെയ്തിട്ട് ഞാൻ സെൻറ്ററിലേക്ക് സ്നാപ്പ് ചെയ്യുക. എന്നിട്ട് ഏതിലേക്ക് ആക്സിസിലേക്കാണോ അത് വരുന്നത് സേവ് ചെയ്യണേ. ഫയലിൽ ഞാൻ സേവ് ചെയ്തുകൊണ്ടുണ്ട്. ഏത് ആക്സിസ് എക്സ് ആണ് വരുന്നത്, എക്സ് മൈനസ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എഡിറ്റ് പോവുക, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എക്സ് മൈനസ് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ ചെയ്യുക. അപ്പോൾ അവിടെ വന്നില്ലേ, അവിടെ വന്നില്ലേ. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ഇതൊന്ന് സെലക്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം കേട്ടോ. കാരണം ഇത് ചിലപ്പോൾ പുറത്തേക്കായിരിക്കും തള്ളി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. ഫിനിഷ് ആയിരിക്കണം നമ്മളെ വർക്കല്ലോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തു. ഞാൻ ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്ത് കമ്പൈൻ ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ സൈഡ് വ്യൂവിൽ പോയി നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഞാൻ കൺട്രോൾ ഡി പ്രസ് ചെയ്തു. ഷിഫ്റ്റ് ഡി. കണ്ടോ എല്ലാം ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ അല്ലേ? അപ്പോൾ എല്ലാം ഈക്വൽ ആയിട്ട് വന്നു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എല്ലാ പിടിയും കാര്യങ്ങളിലും ചെയ്യണം, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതിനെ കമ്പൈൻ ചെയ്യുക. മൊത്തത്തിൽ അങ്ങ് സെലക്ട് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യുക. അതുപോലെ കമ്പൈൻ ചെയ്തതിന് ശേഷം ഇതിനൊന്നും നിങ്ങൾ സോഫ്റ്റ് ഹാർഡ് എഡ്ജ് നിർബന്ധമായിട്ട് ആക്കി വെക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിർബന്ധമായിട്ട് ഉണ്ടാക്കി വെക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ നമ്മളെ ബോക്സ് നല്ല ഒരു വിൻറ്റേജ് ബോക്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് സ്മൂത്ത് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യണം. സ്മൂത്ത് ചെയ്യാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റാറ്റസ് സെഗ്മെൻറ്റ്സ് ഫ്ലോ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ സ്മൂത്ത് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിതൊന്നിനെ സെലക്ട് ചെയ്തു. ഞാൻ സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. കണ്ടോ സ്മൂത്ത് ചെയ്തിട്ടുണ്ട്.
ഈ വയർ ഫ്രെയിം ഓഫ് ചെയ്യുന്നുണ്ട്. കണ്ടോ, സ്മൂത്ത് ചെയ്താൽ ഇങ്ങനെയുണ്ടോ, കണ്ടോ കണ്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവരും ഇത് വളരെ കൃത്യമായി, ഇത് ഇവിടെ നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ, ഇത് കുറച്ചും കൂടി ഒന്ന് ചെയ്യണേ, അല്ലെങ്കിൽ ഈ ഗ്യാപ്പിൽ തന്നെ വരും. അപ്പോൾ എല്ലാവരും ഇത് വളരെ കൃത്യമായി പഠിക്കണമെന്നും ഇത് വർക്ക് ചെയ്യണമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം പറഞ്ഞു തരുന്നത്. നമ്മൾ നമ്മളെ സമയത്തിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നതും കാണിക്കുന്നതും നിങ്ങൾക്ക് അതുകൊണ്ടാണ്. ദയവ് ചെയ്തിട്ട് ഇതിൽ വരുന്ന കുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ള, വിദ്യാർത്ഥികളോട് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കോഴ്സാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് യൂട്യൂബിൽ. നിങ്ങൾ എനിക്ക് ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ നിൽക്കുക. നമുക്ക് ഇനിയും പല പരീക്ഷണങ്ങളും പല സോഫ്റ്റ്വെയറിലും നമുക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ആദ്യം ഓട്ടോഡെസ്ക് മായ എന്ന് പറഞ്ഞത് വളരെ സിമ്പിളായി പഠിക്കാനും നമുക്ക് നല്ലൊരു ജോലി കിട്ടാനും നമുക്ക് സഹായമാവട്ടെ. പോർട്ട്ഫോളിയോയിലും ബെറ്റർ ആക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീർന്നു. ഇനി നാളത്തെ ക്ലാസ് ഇതിന് ആംബിയന്റ് ഒക്ലൂഷൻ വയർ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി. ഓക്കെ.